ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് ലൈവ് പോകുന്നത്. പക്ഷേ ഇന്നത്തെ ലൈവ് കുറച്ചുകൂടെ എന്താ പറയുക സന്തോഷമുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ആങ്സൈറ്റി ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ റിസൾട്ട് വന്നു, ഭയങ്കര വലിയൊരു വിജയം നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ടൈം ഈസ് ടു സെലിബ്രേറ്റ്. അപ്പോൾ ട്രിപ്പിൾ എല്ലാ വർഷത്തെയും പോലെ ഇതൊരു പുതുമയുള്ള കാര്യം തന്നെ. നമ്മൾ കുറച്ചും കൂടി ഓരോ വർഷവും ബെറ്റർ ആവുന്നു എന്നുള്ളത് മാത്രം. അപ്പൊ നമ്മൾ ഇതുവരെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മുൻപോട്ട് പോയിരിക്കുകയാണ്. അപ്പം പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ അടുത്ത എഫേർട്ട്, നിങ്ങളുടെ അടുത്തുള്ള ഹാർഡ് വർക്ക്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, അതിനുള്ള എല്ലാത്തിനുമുള്ള എന്താ പറയാ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മുടെ അധ്യാപകർ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളെ പഠിപ്പിച്ച ഫാക്കൽറ്റീസ്, ട്രിപ്പിളയുടെ എൻറ്റയർ ഫാമിലി ഈസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട്. നമ്മൾ ഇതിങ്ങനെ റിസൾട്ട് ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടി കൂടി പോവുകയാണ്. അപ്പൊ നമുക്ക് ലൈക്ക് ഒരു 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 വോട്ടെണ്ണല് പോലെ, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റിലോ ഫുട്ബോളിലൊക്കെ സ്കോർ എണ്ണുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത്. സോ ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റുഡൻസ്, അപ്പം തന്നെ സ്റ്റുഡൻസിന് അങ്ങനെ റിസൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന അവരുടെ അധ്യാപകർ, അങ്ങനെ എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം. ഇനിയും ഒരുപാട് പേര് ജോയിൻ ചെയ്യേണ്ടതാണ്, കാരണം 5 മണിക്ക് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ നമ്മളൊരു 7:30 ഒക്കെയാണ്, അപ്പൊ പീക്ക് ടൈമിനാണ് ആൾക്കാർ ജോയിൻ ചെയ്യാറുള്ളത്. സോ ദാറ്റ്സ് ഗുഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്, ഐ തിങ്ക് ഷെറിൻ സാർ, ഇഫ് യു ആർ ദർ യു ക്യാൻ ജോയിൻ അസ്. അതുപോലെ തന്നെ കുറെ പേര് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ആലിയ, ആദിൽ, സ്ട്രൈക്കർ, മിസ്റ്റർ ഫ്രോഡ്. പിന്നെ വെറൈറ്റി യൂസർ നെയിം ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഐ എം ട്രൈങ് ടു കണക്ട് ദം. എന്തോ ഒരു വെൽക്കം. ഹായ് 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 കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്, 2 പേരും കേൾക്കാം. അപ്പം സെറ്റ് റിസൾട്ട് ആണ്, പിള്ളേരൊക്കെ ഹാപ്പിയാണ്. അല്ലല്ലേ, എനിക്ക് പെട്ടെന്ന് ഷെയർസിനെ കണ്ട സമയത്തേ ഞാൻ റിക്വസ്റ്റ് ചെയ്ത അതേ സമയത്താണ് ആഷി സാറും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആഷി സാറിനെ പെട്ടെന്ന് കാണുന്ന സമയത്തേ വൻ പ്രഭാവലിയും ചുറ്റും ഈ സിനിമയിലൊക്കെ ഹീറോസിന് എൻട്രി വരില്ലേ, അതുപോലെയാണ് ആഷി സാർ. എല്ലാ ദിവസവും വരുന്നു, കഴിഞ്ഞ ദിവസം റിസൾട്ട് വരുന്നു, വീണ്ടും ആൾക്കാരെല്ലാരും ലൈവിലോട്ട് വരുന്നു, വീണ്ടും വരുന്നു. കുറച്ചു നാൾ മുമ്പാണ് നമ്മുടെ നവംബർ 23 കുട്ടികളുടെ ഫെലിസിറ്റേഷൻ കഴിഞ്ഞത്. അപ്പോഴും നമ്മൾ വലിയൊരു സെലിബ്രേഷൻ നടത്തിയ ആൾക്കാർ കണ്ടു. അപ്പൊ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് എല്ലാ ദിവസവും എന്തിന്റെയൊക്കെ റിസൾട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ആൾക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എനിക്ക് തോന്നുന്നു ഒരു സക്സസിന്റെ റേറ്റ് നമ്മൾ ഒരുപാട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ വലിയൊരു ക്രെഡിറ്റ് പോകാനുള്ളത് ഉറപ്പായിട്ട് നമ്മളുടെ ആശിഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള അക്കാഡമിക് ടീമിനാണ്. അപ്പൊ അതിനൊരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് ആശിഷ് സാർ ആൻഡ് ടീം. അത് കറക്റ്റാ. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ല ആശിഷ് സാർ നിന്നുള്ളത്. ആശിഷ് സാറ് മറ്റേതൊരു കുറെ പണിയുടെ കിടക്കുമെന്ന് ജോയിൻ ചെയ്യുന്നു. ഇന്ന് ഒരു കൂൾ ആൻഡ് കാം ആൻഡ് ഹാപ്പിയാണ്. ഇത് പറഞ്ഞ സമയത്ത് അവിടെ നെറ്റ്വർക്ക് പോയോ എന്ന് സംശയമുണ്ട്. ഇപ്പോ സ്റ്റക്കാണ്. സാറെ കേൾക്കുന്നുണ്ടോ ആശിഷ് സാർ? ഷയസ് സാറേ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാലേ, ഇതിപ്പോ പെട്ടെന്ന് എനിക്കിപ്പോ ഓർമ്മ വന്നത് ഇന്നത്തെ ഇപ്പോ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ കുറെ സ്റ്റാറ്റസുകൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ശരി, ഒഫീഷ്യൽ ഗ്രൂപ്പ്സിലാണെങ്കിൽ ശരി, ഏത് റിസൾട്ട് വരുന്നു, കുട്ടികൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. രണ്ടാമത്തെ അതിനോടൊപ്പം തന്നെ നടന്നു പോകുന്നത്, എപ്പോഴാണോ റിസൾട്ട് വന്നു തുടങ്ങിയത് അതിനുശേഷം കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന്റെ സ്റ്റേറ്റസും കൂടെ നമ്മൾ വാട്സാപ്പിൽ കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയ സമയത്ത് ഇന്ന് മാത്രം ഇന്ന് കൊണ്ട് മാത്രം ഏകദേശം 200 CA ഇന്റർ അഡ്മിഷൻസ് ആണ് കുട്ടികൾ എടുത്തിരിക്കുന്നത്. വലിയൊരു നമ്പറാണ്. ഭയങ്കര സന്തോഷം. റിസൾട്ടുകളുടെ മഹാമേളയാണ് നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി പഠിപ്പിക്കുന്ന സമയത്തും പിന്നെ നമ്മൾ എക്സാമിന് മുമ്പായിട്ട് കുറെ സെഷൻസ് കൊടുത്തപ്പോഴും നമുക്കറിയാം ഇങ്ങനെ റിസൾട്ട് വരുമെന്ന്. അതിന്റെ ആ ഫൈനൽ എഫക്റ്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ ആഘോഷമാക്കുന്നത്.
എനിവേ ഇതൊരു എന്തൊരു കൂട്ടായ്മയുടെ വിജയമാണ് അല്ലെ, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്. അബ്സൊല്യൂട്ട്ലി. അത് ഇതേ മാർഗം തന്നെ മുന്നോട്ടും പോട്ടെ. എല്ലാ ടേമിലും എല്ലാ വർഷവും ഇന്റേൺ ആയാലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഈ ഒരു രീതിയിലുള്ള റിസൾട്ട് തന്നെ വരട്ടെ, ഈ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ, കൂടുതൽ അഡ്മിഷൻ വരട്ടെ, കേരളത്തിലെ എല്ലാ കുട്ടികളും ട്രിപ്പിൾ ഐ തന്നെ ഒന്ന് വരട്ടെ, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. വിഷ്ണു സാറേ, ഞാൻ ഇന്നിപ്പോ രാവിലെ ഞാൻ കാലിക്കറ്റ് ഉള്ളത്, കാലിക്കറ്റ് ട്രിപ്പിൾ ഐന്റെ ഓഫീസിൽ. അപ്പോൾ ഇവിടെ ഓക്കെ നമ്മള് CA ഇന്ററിന്റെ കുട്ടികള് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 12-നാണ്. അതായത് കാലിക്കറ്റും കൊച്ചിയിലും 12-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 13-ന് നമ്മൾ ട്രിവാൻഡ്രത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ബ്രിഡ്ജ് കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ബ്രിഡ്ജ് കോഴ്സിൽ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ ഇന്നിപ്പോ ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ നമ്മുടെ കൊച്ചിയിലെ കാലിക്കറ്റോ ബ്രിഡ്ജ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് ഹായ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവർക്ക് ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ നവംബർ 23-യുടെ ഇന്ററിന്റെ റിസൾട്ട് വന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പൊ എല്ലാവരും 11 മണിക്ക് റിസൾട്ട് വരും പറഞ്ഞ് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം ഏകദേശം ഒരു 3:30 ഇരുന്നിട്ടും റിസൾട്ട് വരാതെ കുട്ടികൾ വീട്ടിൽ പോയി. ഒരു 7 മണിയായപ്പോ രണ്ടുപേരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഓക്കെ, സർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാറിന് വലിച്ചു നീട്ടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ്, ഒന്നില്ലെങ്കിൽ പാസ്സായി അല്ലെങ്കിൽ അബദ്ധം പറ്റിയെന്ന് പറയാനായിരിക്കും. പക്ഷെ കുറെ പേര് അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജ് കോഴ്സിലെ കുട്ടികളുടെ ഹാപ്പിനെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ടോട്ടലി ഒരു അക്കാഡമിക് ടീംസിനൊക്കെ വരുന്ന മെസ്സേജ് കാണുന്ന സമയത്തുള്ള അവരുടെ ഒരു ഫീലിംഗ് വളരെ വലുതായിരിക്കും. ശരിയല്ലേ? ആസ് എ ടീച്ചർ സാർക്ക് തോന്നിയൊരു ഫീലിംഗ് എന്താ? സ്റ്റുഡൻസിന്റെ ഹാപ്പിനെസ് ആണ് നമ്മളുടെ ഹാപ്പിനെസ്. സ്റ്റുഡൻറ് നമ്മൾ ബേസിക്കലി എങ്ങനെയാണ് ആസ് എ ഫാക്കൽറ്റി നമ്മൾ സന്തോഷിക്കുന്ന പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു സ്ഥാനം പഠിപ്പിച്ച് അവർക്ക് മനസ്സിലാവുമ്പോൾ, ഒരു എക്സാം കിട്ടുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ, അതിനുള്ള എക്സാം വരുമ്പോൾ അവർക്ക് നല്ല മാർക്ക്. ഈ 3 സാധനങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത്. ബാക്കിയെല്ലാം കുട്ടികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളാണ് അല്ലെ? അതാണ് അതെ അതെ. റിസൾട്ട് സ്പീക്സ് ഓൾവേസ്, വേറെ ഒന്നുമല്ല. അതെ, നമ്മൾ എത്രത്തോളം നമ്മളിപ്പോ പറയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നല്ലതാണ് എന്ന് പറയുന്ന സമയത്ത് പല ഫാക്ടേഴ്സ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. ശ്രേയസ് ഇപ്പൊ ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെന്ന് സങ്കല്പിക്കും. ഓക്കെ, കാരണം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്, നമ്മളെ കുറിച്ച് പറയുന്ന വലിയ പോയിന്റ് ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രേയാസ് ഞാൻ 4 ഓപ്ഷൻസ് പറയാം. ശ്രേയാസ് ഏത് തിരഞ്ഞെടുക്കുന്നു പറയണം. ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിംഗ് വലിയൊരു ഘടകമാണ്. അപ്പൊ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ ഉള്ള ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കും. ഓക്കെ. 2, ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റി പൂൾ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും തിരഞ്ഞെടുക്കുക. 3, പ്രീവിയസ് റിസൾട്ട് വളരെ നല്ലതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതായിരിക്കും ശ്രേയാസ് ചൂസ് ചെയ്യാം? ഒബ്വിയസ്ലി ആദ്യത്തെ ഓപ്ഷൻ ഞാൻ കണക്കിലെടുക്കുന്നില്ല. മാർക്കറ്റിംഗ് എന്നുള്ളതല്ലല്ലോ, മറ്റേത് രണ്ടും കണക്കിലെടുക്കും. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റി എന്നുള്ള തന്നെ ആയിരിക്കുമല്ലോ, അത് നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കുക. ആൻഡ് ഒബ്വിയസ്ലി റിസൾട്ട്. അപ്പം ഹിസ്റ്ററി എപ്പോഴും നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ആണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് പ്രസന്റ് ഇപ്പൊ എന്താണ് അവിടെ, ഇപ്പൊ ആരവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വളരെ ഞാൻ പണ്ട് ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ 6 മാസം, പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പൊ അന്ന് ഞാൻ ഇത് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കേരള ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് അക്കാഡമിയിലാണ് ഞാൻ കയറാൻ നോക്കിയത്. അവിടെ കയറി കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്, ഒരിക്കലും ഒരു മാർക്കറ്റ് ചെയ്യുന്നില്ല. ഫാക്കൽറ്റി ദെൻ റിസൾട്ട്. ആസിഫ് സാർ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആസിഫ് സാറേ, ശ്രേയസ് പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് നമ്മൾ എന്തൊക്കെ തരത്തില് നമ്മളെ കുറിച്ച് തള്ളിയാലും നമ്മളുടെ റിസൾട്ട് ആണ് നമ്മൾ പോക്കേണ്ടത്. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഞാനിപ്പോ പറയായിരുന്നു, നമുക്ക് കറന്റ്ലി ഏകദേശം 200 പേര് ഇന്ന് CA ഇന്ററിന്റെ അഡ്മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ദാറ്റ് ഷോസ് കുട്ടികൾ എത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആഷിഷ് സാറിന്റെ കുറച്ച് നാളായിട്ടുള്ള സക്സസിന്റെ ഫീലിംഗിൽ ഇന്നത്തെ ഫീലിംഗ് എന്താണ്? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മള് ഈ റിസൾട്ടിന്റെ അതായത് എക്സാം കഴിഞ്ഞ ഉടനെ നമ്മുടെ ടീം ഇരുന്നിട്ട് ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് എത്ര ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കും. ആ എക്സ്പെക്റ്റഡ് റിസൾട്ട് ശരിക്കും നമ്മൾ നോക്കുന്നത് ഒരു കുട്ടികളുടെ ക്ലാസിന്റെ അറ്റൻഡൻസ്, അതുപോലെ ആ കുട്ടിയുടെ ക്ലാസ്സിലെ എക്സാമിന്റെ പെർഫോമൻസ്, പിന്നെ വർക്ക് ബുക്ക് സബ്മിറ്റ് ചെയ്തതിന്റെ പെർഫോമൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ അതിന് ഭയങ്കര മാറ്റമൊന്നും വന്നില്ല. അതിനേക്കാളും
ഒരു പോസിറ്റീവാണ് വന്നത്. ഒബ്വിയസ്ലി അറിയാലോ, ക്ലാസിന്റെ ടൈമിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കാതെ ലാസ്റ്റ് റിവിഷന്റെ ടൈമിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ടീമിനെ ഞാൻ അതുകൊണ്ട് തന്നെ അവരെടുത്ത എഫേർട്ടിന് എനിക്ക് ഇത് ചെയ്യാം. കാരണം അവർ എത്രയാണോ തന്നെ അതിനേക്കാൾ ഒരു 20-25+ റിസൾട്ട് അതാണ് നമുക്ക് കിട്ടിയത്. എക്സാക്ട്ലി എന്താണ് അവർ തന്നതിനേക്കാൾ ഒരു 20-25+ റിസൾട്ട് അതെന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഒരു പഠിത്തം ഉണ്ടാവും. ഇപ്പൊ നമ്മള് ക്ലാസ് ടൈമിലോ ക്ലാസ് ടെസ്റ്റിലോ ഒന്നും പഠിക്കാതെ അവസാനം പിന്നെ അത് നമുക്ക് കിട്ടൂല. ക്ലാസ്സിൽ ചിലപ്പോ വല്ലാതെ കയറാത്ത ആൾക്കാരൊക്കെ അവസാനം എക്സാമിന് സീരിയസ് പഠിത്തം ഉണ്ടാവും. അതെന്തായാലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൈലബിൾ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടിയ ഡാറ്റക്ക് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് ആ റിസൾട്ട് നിന്ന് കുറയുമ്പോഴാണ് നമ്മൾ പണിയെടുത്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ടീം പണിയെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളും ഒരു 20-25+ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാർ എനിക്ക് തോന്നുന്നേ നമ്മുടെ KP സാർ ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അറ്റ് എ ടൈം 4 പേര് ഞാൻ ഇറങ്ങാം. അല്ല ഞാൻ ഇറങ്ങാം. ശരി ശരി ഞാൻ ഇറങ്ങാം. എക്സാം ഒന്ന് ഇറങ്ങിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത് ഫാക്കൽറ്റീസിനോട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ വിഷ്ണു സാർ ഫൗണ്ടേഷന്റെ എല്ലാ സിംഹം വിഷ്ണു സാറാണ് ഇപ്പോൾ വന്നു പോയത് കുട്ടികളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട്. KP സാർ വന്നുണ്ടോ? KP സാർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറ് KP സാർ, ഇഫ് യു ആർ ദർ പ്ലീസ് ആക്സെപ്റ്റ് ദ റിക്വസ്റ്റ്. നമ്മുടെ കമന്റ് ബോക്സിൽ പാസ്സായ കുട്ടികൾ സന്തോഷം അറിയിക്കുന്നുണ്ടോ? അപ്പൊ ഹായ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്തത് കുറച്ച് മുകളിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പം പാസ്സായ എല്ലാ ആൾക്കാരും പാസ്ന്നോ അല്ലെങ്കിൽ സന്തോഷം അറിയിക്കണം, കമന്റ് ഒന്ന് അറിയിക്കണം, നമുക്ക് അറിയണം ആരൊക്കെയാണെന്നുള്ളത്. പക്ഷെ നമ്മളത് അൺഫോർച്ചുനേറ്റ്ലി വിട്ടുപോയി. അത് ആരായിരുന്നു ഞാൻ സ്റ്റോറി നോക്കുന്നുണ്ട്. അഭയ് നമ്മളെ ഒന്ന് ട്രോൾ ചെയ്തതിനു ശേഷം വേറൊന്നുമല്ല, സാർ അഭയ് പറഞ്ഞിരിക്കുന്നതാണ്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിച്ചൂടെ? അഭയ് ഇത്രയേ ഉള്ളൂ, സന്തോഷം പങ്കുവെക്കാനുള്ളതെന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ 2K കിഡ്സ് പറയുന്നത്. അപ്പൊ നമ്മളത് പങ്കുവെക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ KP സർ, ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സാറ് ലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ. അൺഎബിൾ ടു ജോയിൻ എന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഡോണ്ട് വറി. ഞാൻ ജസ്റ്റ് ഓക്കെ ഡൺ. അപ്പൊ അഭയ് എനിക്കൊന്ന് നേരത്തെ കൂടിയിട്ട് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനേ ആഷിഷ് സാർ കേടാം. ആഷിഷ് സാറെ, പലപ്പോഴും എനിക്ക് തോന്നുന്നതേ കുട്ടികൾ ചിലപ്പോ പ്രത്യക്ഷത്തിൽ റിസൾട്ട് വരുന്ന സമയത്ത് 2 ഫാക്ടേഴ്സ് ആണ് ഫ്രണ്ടിൽ വരിക. ഒന്ന്, നമ്മളെ പഠിപ്പിച്ച ഫാക്കൽറ്റിയെ കുറിച്ച് നമ്മൾ എന്തായാലും ഓർക്കും. ഓക്കെ. 2, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രണ്ട് ഫേസ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചിലപ്പോൾ നോൺ അക്കാഡമിക് സ്റ്റാഫിനെയും അതായത് കോർഡിനേറ്റേഴ്സിനൊക്കെ ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഞാൻ പലപ്പോഴും ട്രിപ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന എന്നാൽ ഫ്രണ്ട് ഫേസ് നമ്മൾ അധികം കാണാത്ത ഒരു വലിയൊരു ഹ്യൂജ് അക്കാഡമിക് റിസർച്ച് ടീം തന്നെ നമുക്കുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ച് കൊട്ടിഘോഷിക്കാറില്ല. പക്ഷെ എനിക്ക് ആശിഷ് സാർക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്, ഏത് രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് അക്കാഡമിക് പ്രവർത്തനമാണ് ആശിഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ടെസ്റ്റ് മോഡിൽ കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത് സാർ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിന്റെ ബാക്കിൽ നടക്കുന്ന ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എത്രത്തോളാണെന്നുള്ളത്. ആക്ച്വലി കൂടുതലായിട്ട് അതിനെ കുറിച്ച് അഖില മാം പറയും. അഖില മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. CA നമുക്ക് ഓരോന്നിനും ഇപ്പോൾ ട്രിപ്പിളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും നമുക്ക് അക്കാഡമിക് സെറ്റ് ഉണ്ട്. CA, CMA, CS, ACCA, CMA US. ഇത് ഓരോന്നിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇത് ചെയ്യുന്ന അക്കാഡമിക് സെറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ കൂടെ തന്നെ മെറ്റീരിയൽസ്, എക്സാംസ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെഡ്സും അതിന്റെ കീഴിൽ ഏകദേശം ഒരു 70 to 80 അല്ലെങ്കിൽ 100 തന്നെ പറയാം, ഒരു 70 to 80യോളം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ നമുക്കുണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു CA പോലത്തെ ഒരു എക്സാമിന് നമുക്ക് പാസ്സാവാൻ വേണ്ട എല്ലാ റിസോഴ്സുകളും ICI തന്നെ തരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര പല സ്ഥലത്തായിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മൾ സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്ത് ഒരു കുട്ടിക്ക് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള RTP ക്വസ്റ്റ്യൻസ്, MTP ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഓരോ ടോപ്പിക്കിന്റെ കൂടെ തന്നെ ചെയ്തു പോകുന്ന രീതിയിൽ. അപ്പൊ അവർ ഓവർ കോൺഫിഡന്റും ആവില്ല, എന്നാൽ അവർക്ക് മനസ്സിലാവും ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മെറ്റീരിയൽ പ്രിപ്പറേഷൻസ് ആണ് ഇവിടുന്ന് നടക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ കൂടുതലും നമ്മളെ കൂടെ ഉള്ളത്
ഇപ്പൊ CA ആണെങ്കിലും CS ആണെങ്കിലും CMA ആണെങ്കിലും ACCK ആണെങ്കിലും ഒക്കെ ഇത് പഠിക്കുന്ന കുട്ടികളും ആൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് കുട്ടികൾ ഇത് ഹെഡ് ചെയ്യാൻ ക്വാളിഫൈഡ് ആൾക്കാരുമാണ്. അപ്പൊ വലിയൊരു ടീം തന്നെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റിസോഴ്സുകൾ തന്നെയാണ് നമ്മൾ ശരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നതിന്റെ ഞങ്ങൾക്ക് ആ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, റിസൾട്ട് മാത്രം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒറ്റ സംഭവമേ ഉള്ളൂ. കാരണം നമുക്ക് ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടില്ല. ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് തന്നെ അവർക്ക് ക്ലാപ്പും കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ജഷൻ സാർ, ആൻഡ്രോ സാർ, ഫൗണ്ടേഷൻ ആണെങ്കിൽ ആദർശ് സാർ, KP സാർ, ഇവരൊക്കെ ക്ലാസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, അവർക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അവർ ക്ലാസ് അവരുടെ കയ്യിലായിരിക്കും കുട്ടികളെല്ലാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടില്ല. അപ്പൊ നമുക്ക് ആകെ ഉള്ളത് റിസൾട്ടാണ്. റിസൾട്ട് മോശമായ നമ്മുടെ മോശം തന്നെയാണത്. നല്ല റിസൾട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ കേക്കൊക്കെ മുറിച്ചേ ഉള്ളൂ. അക്കാഡമിക്സ് ടീം എല്ലാവരും ഇരുന്ന് 2 റിസൾട്ട്, ഇപ്പൊ ഫൗണ്ടേഷൻ ആണെങ്കിലും കാറ്റ് ആണെങ്കിലും, അപ്പൊ രണ്ടിന്റെയും കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടാണ് അപ്പൊ കഴിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്, ടീം മൊത്തം ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആരോ ഒരാൾ എനിക്കൊന്ന് വഴിതെറ്റ് വന്നിരിക്കണം. നിതിന മാം നമ്മുടെ BCRന്റെ നമുക്ക് 2 ഫാക്കൽറ്റീസ് ആണ് BCR ഡീൽ ചെയ്യുന്ന. അനുപം സാർ ഉണ്ട്, പിന്നെ നിതിന മാം ഉണ്ട്. അപ്പോ ശരിക്കും ഫൗണ്ടേഷന്റെ റിസൾട്ട് എടുത്തത് തന്നെ നമുക്കും തന്നെ ഒരുപാട് 198, 197, 190s കിടപ്പുണ്ട്. അതായത് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കിനൊക്കെ പോയ ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് നിങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല 355 കിട്ടിയ കുട്ടികളുണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട്. മാത്സിന് 98, അക്കൗണ്ട്സിന് 96, 97 ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലും ഫൗണ്ടേഷൻ ലെവലിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം 2ാമത്തെ പേപ്പർ, ലോ എന്നുള്ള പേപ്പർ. കാരണം അവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിയമം കാണുന്നത്. നമ്മള് +2 വരെ അങ്ങനെ നിയമങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പോ കുട്ടികൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. 60 മാർക്സിനാണ് അത് ഉണ്ടായിരുന്നത്. 40 മാർക്സ് അതിന്റെ കൂടെയുള്ള പേപ്പറാണ് BCR എന്നുള്ളത്, ഇംഗ്ലീഷിന്റെ ഒരു പേപ്പറാണ്. അതും കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള പേപ്പർ തന്നെയാണ്. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന പേപ്പർ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നത് നിതിന മാമാണ് ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ അനുപം സാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മാം ആ പേപ്പറിനെ കുറിച്ച് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മളെ വിഷ്ണു സാറ് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഡീറ്റെയിൽസിലും എല്ലാറാണ് എടുക്കുന്നത്, ലോജിക്കൽ റീസണിങ് എന്നുള്ള പേപ്പർ. അപ്പൊ സാറ് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ് KP സാർ കയറാന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിതിന മാം ആ ഒരു പേപ്പറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പറയായിരിക്കും. മാം അറിഞ്ഞല്ലോ അല്ലെ, റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലെ? ഞാൻ അറിഞ്ഞിരുന്നു. ഐ എം സോ ഹാപ്പി ടു ഹിയർ ദിസ്. എനിക്ക് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്റെ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഇത്. കാരണം എല്ലാവർക്കും അറിയാലോ ഈ പേപ്പർ ഇനിയും ഇല്ല. സോ ദേ ആർ ടേക്കിംഗ് ദിസ് ഔട്ട് ഓഫ് ദിസ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ, എന്തുകൊണ്ടാണ് ഈ പേപ്പർ എടുത്ത് മാറ്റിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് വാസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. പക്ഷെ അഗൈൻ ദിസ് ഇസ് ഹാപ്പനിങ്. സോ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു, എന്നാ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ലൈക്ക് ഐ വാസ് ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. സോ ബീങ് എ ലാസ്റ്റ് ബാച്ച് ഐ എൻജോയ് ടേക്കിംഗ് ദിസ് ക്ലാസ്. അതേപോലെ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു ഏരിയ ആണ്. കാരണം +2 വരെ ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്ക് ഈ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്ട് വലിയ വാല്യൂ ഇല്ലാണ്ട് വളരെ മലയാളം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും യൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് ഒരു സെന്റൻസ് പ്രോപ്പറായിട്ട് ഫോം ചെയ്യാൻ പോലും മുട്ടുന്ന കുറെ പിള്ളേരെ ഞാൻ കണ്ടിരുന്നു. സോ അങ്ങനത്തെ പിള്ളേർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സബ്ജക്ട് പഠിച്ചത് തന്നെ. ആൻഡ് ഇറ്റ് വാസ് ഹ്യൂജ് എഫേർട്ട് ദാറ്റ് ദേ ഹാവ് ടേക്കൺ. ആൻഡ് അവരുടെ എഫേർട്സ് ഇന്ന് കാണാനുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ഫോർ ദം. ദേ ഹാവ് ടേക്കൺ എ ലോട്ട് ഓഫ് എഫേർട്ട്. അതെനിക്ക് അറിയാം. ഐ നോ ദാറ്റ്. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഷോൺ. And I'm so happy for them at this point. Yes, thank you ma'am. നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പൊ കുറെ പേര് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങള് നമ്മുടെ ബ്രിഡ്ജ് അറ്റൻഡ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് സെൻഡ് ചെയ്യണേ, നമുക്കത് അറിയാൻ പറ്റണം നിങ്ങളോട് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ ആശിഷ് സാർ എനിക്ക് തോന്നുന്നു KP സാറിന്റെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ദാറ്റ്സ് നൈസ്. സാറേ ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ മാമിന് ധൃതിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചിട്ട് പോവാം, പേടിക്കണ്ട. ആസിഫ് സാർ, നമ്മുടെ കുട്ടികളെയും ഇപ്പൊ ഫൗണ്ടേഷൻ റിസൾട്ട് വന്നല്ലോ, അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഈ അടുത്തൊരു ഘട്ടം ഉണ്ടല്ലോ ഇന്റർമീഡിയറ്റ്. അപ്പം ഇപ്പോ അതിനെ കുറിച്ച് പറയേണ്ട ഒരു സമയമൊന്നുമല്ല, എന്നാലും ചോദിക്കാം.
അപ്പൊ ഈ ഹാപ്പിനെസിന്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു സ്റ്റേജിനെ കുറിച്ച് എപ്പോ തൊട്ട് ചിന്തിച്ചു തുടങ്ങണം? ഇന്നും നാളെ ലീവ് എടുത്തിട്ട് മറ്റന്നാൾ തുടങ്ങണം? എങ്ങനെയാണ്? അല്ല, അവർക്ക് ആൾറെഡി ഒരു ലീവ് ഒക്കെ കിട്ടിയല്ലോ. എക്സാം കഴിഞ്ഞ് ഇത്രയും ദിവസം അവര് ഇത് ചെയ്യായിരുന്നു. പിന്നെ നമ്മള് ബ്രിഡ്ജിൽ വന്നൊക്കെ ആൾക്കാർക്ക് അറിയാം അല്ലെ, ഷേസ്ബോ ആൻഡ് ഷെറിൻബോയുടെ ഒക്കെ നല്ല അടിപൊളി ക്ലാസ്സുകൾ അവര് കണ്ട് അത്യാവശ്യം അവര് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫാക്കൽറ്റീസും ബ്രിഡ്ജിൽ തന്നെ നമ്മുടെ പല ഫാക്കൽറ്റീസും ക്ലാസ്സുകളൊക്കെ എടുത്തു. നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ അറിയാം. ഇപ്പൊ ട്രിപ്പിൾ ICA യൂട്യൂബ് ചാനൽ അതിലുണ്ട്, അവരുടെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ നേരിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇന്ററിന്റെ എസ്പെഷ്യലി നമ്മുടെ ഫാക്കൽറ്റി പൂളാണ്. കൗൺസിൽ ആദർ സാറ്, KP സാറ്, വേണു സാറ്, ഷാനിൽ സാർ ഉണ്ട്, ധന്യ മാം ഉണ്ട്, പ്രേം സാർ ഉണ്ട്, ദെൻ ടാക്സ് ജസ്റ്റിൻ സാർ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അൻവർ സാറിനെ കുറിച്ച് പറയേണ്ടി വരില്ല. IDT കോസ്റ്റിംഗ് ഷഹീർ സാറ്, മുഹമ്മദ് സാറ്, ദെൻ ഓഡിറ്റിംഗ് നിതിൻ സാറ്, ഇന്ദസാർ സാറ്, ദെൻ FM ദിനു സാറ്, SM ധന്യ മാം. സോ ഈ എല്ലാ ഫാക്കൽറ്റീസും ഇപ്പൊ ഫൗണ്ടേഷൻ പോലെയല്ല, ഇന്റർലോട്ട് കടക്കുമ്പോൾ അവരെന്തായാലും CA ഉള്ള ബാക്കിയുള്ള ആളുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് CA നെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. എവിടെയാണ് നല്ല ഫാക്കൽറ്റീസ്, എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഇവര് ആൾറെഡി കേട്ട പേരുകൾ, കാരണം അവരെല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും സൂപ്പർ സ്റ്റാറുകളാണ്. അപ്പൊ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക. കാരണം അറിയാലോ, നമുക്കിനി നവംബറിൽ എക്സാം എഴുതണം. അപ്പൊ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് സമയം കിട്ടുവാണ്, നമ്മുടെ ഫൈനൽ പഠനങ്ങൾക്ക് സമയം കിട്ടുവാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് വൈകി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ക്ലാസ്സുകളും ഇതൊക്കെ മിസ് ആവാനുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മൾ റെക്കോർഡിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ, അപ്പൊ അത് ലൈവായിട്ട് ഫിസിക്കൽ ക്ലാസ് തന്നെ ഇരുന്ന് ഫസ്റ്റ് മുതലേ ജോയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും നേരത്തെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ വൈകിക്കേണ്ട എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സർ. നിതിന മാം, അപ്പം ലൈക്ക് എന്താണ് കുട്ടികളോട് ഇപ്പോ ലൈക്ക് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? പാസ്സായവരും ഉണ്ട്, അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണത്തെ ഒരു അറ്റംപ്റ്റില് പാസ്സാവാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാവും. സോ ലൈക്ക് എന്താണ് അവരോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്? CA എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഐ ഡോണ്ട് തിങ്ക് സോ ഈ ഒരു +2 കഴിഞ്ഞ് വന്ന പിള്ളേർക്ക് അത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് ഹാർഡ്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ്. ഐ ആം എ CA സ്റ്റുഡന്റ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. ഐ എം ഡൂയിങ് മൈ CA ഫൈനൽസ് ആൻഡ് I have gone through a lot through. അപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴും ഐ എം ടെലിംഗ് ദം മൈ ജേർണി ഞാൻ പറയാറുണ്ട്. എവറി അതർ പേഴ്സന്റെ ജേർണി ഞാൻ പറയാറുണ്ട്. ഫസ്റ്റ് ടൈം വിന്നേഴ്സ് ആർ ദർ, ബട്ട് യെസ് അവരുടെ സ്റ്റോറീസ് ആർ ഹ്യൂജ്. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് കാണാതെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദേ ആർ വാരിയേഴ്സ്. അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറുന്നവർ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഫെയിൽഡ് ഓർ യു ആർ ലൈക്ക് എ ഫെയിലിയർ എന്നല്ല. You got a chance. You saw the reality of CA in the early stage. അതന്നെ എനിക്ക് പറയാനുള്ളൂ. CA എന്ന് പറയുന്ന കോഴ്സ് ഇതാണ്. You have to work so much to succeed. ഇനിയിപ്പോ ഇന്റർമീഡിയറ്റിലോട്ട് പോകുമ്പോൾ you have to work 10 times harder. എന്നാലേ you will succeed. ആ സമയത്ത് പോയിട്ട് when you fail, it's going to be much worse. ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ you face this doesn't mean you have failed. You can move forward. കുറച്ചുകൂടി you can study more and ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്ട്രഗിൾ വളരെ കുറച്ചും കൂടി എടുത്താൽ മതി. ഒരു ലിറ്റിൽ ബിറ്റ് മോർ അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്സ് ആൻഡ് യു ക്യാൻ ഡു മോർ. ആൻഡ് ഒബ്വിയസ്ലി അടുത്ത അറ്റംപ്റ്റ് യു ക്യാൻ ക്ലിയർ ഫോർ ഷുവർ. ബട്ട് ഡോണ്ട് ക്വിറ്റ് ഇഫ് യു ഫീൽ ലൈക്ക് എന്താ പറയണേ, ദിസ് ഇസ് നോട്ട് പോസിബിൾ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് അങ്ങനെ പറ്റിയില്ല. നോ, give it a chance. If you think that you can do it, it's not doesn't mean that you failed. You can succeed. ശാസ്ത്ര മ്യൂട്ട് ആണെന്ന് തോന്നുന്നേ. ഞാൻ ഇത്രയും പറഞ്ഞത് വേസ്റ്റ് ആയില്ലേ? ഒന്നാണ് നീര മാം, ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞതാണ്. സീ യു അഗൈൻ. ഓക്കെ, താങ്ക് യു ഫോർ Okay. ഞാൻ സാറിനെ അറിയാം. ശരി, ഓക്കെ. വിഷ്ണു സാർ നേരത്തെ വിഷ്ണു സാർ ലീവ് ചെയ്തു. KP സാർ ടെക്നിക്കൽ ഇഷ്യൂ വരാനും പറ്റില്ല. സോ ഓവർ ടു യു സാർ. സൗണ്ടിന്റെ എന്തോ ഇഷ്യൂ ഇല്ലായിരുന്നു? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ് സാർ, പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. എല്ലാവരുടെ എല്ലാവരും എപ്പോഴും ക്ലാസ് ചെല്ലുമ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഈ CA ഫൗണ്ടേഷൻ ഒന്നും പഠിക്കേണ്ടാത്ത ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാവരും ഒന്നും പഠിക്കാനില്ല. ഇറ്റ്സ് ബേസിക് ആപ്ലിക്കേഷൻ ഓഫ് കോമൺ സെൻസ്.
ഈ ആ പേപ്പർ 3 മാത്സ് സ്റ്റാറ്റി എല്ലാവരും 100 മാർക്കിൽ 20 മാർക്കിൽ ഒരു 17 മാർക്ക് ഗ്യാരണ്ടീഡാ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു പേപ്പറാണ്. ബാക്കി എക്സാം പാസ്സാവാന് ബാക്കി 23 മാർക്ക്, ബാക്കി 80 മാർക്ക് എങ്ങനെ വാങ്ങിച്ചാൽ മതി. സോ യൂഷ്വലി ക്ലാസ് വെക്കുമ്പം ബാച്ചിൽ ആദ്യം തന്നെ പോയി ഞാൻ എല്ലാവരും എടുക്കും. പിള്ളേർ ഹാപ്പിയാ, ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു റൈഡിൽ അവരങ്ങനെ വെക്കുള്ളൂ. ആദ്യം ഹാർഡ് സബ്ജക്ട്സ് ഒക്കെ വെച്ചാൽ പിള്ളേർ ദൈവം ഇത്ര +2 കഴിച്ച് വരുന്ന പിള്ളേരാ. ഹാർഡ് ആണോ എന്നൊരു ചിന്തയെന്ന് എല്ലാവരും അവരെ ഒന്ന് എന്താ പറയുന്നത് ഈസി ആക്കാറുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇത്തവണ മാത്സ് എല്ലാം സ്റ്റാറ്റി ഭയങ്കര മാർക്ക് വന്നിട്ടുണ്ട്. 80+ ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ്, 90+ 5 or 6 സ്റ്റുഡൻസ്. 98 ഒക്കെ വന്നിട്ടുണ്ട്. അതെ അതെ, നമ്മുടെ ഹയസ്റ്റ് മാർക്സ് കിട്ടിയ സ്റ്റുഡന്റിന് 98 ഉണ്ട് നമ്മുടെ പേപ്പറിൽ. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്ത് കാണും. അതെ അതെ, എല്ലാവരും 20 out of 20 സ്കോർ ചെയ്ത് 20 out of 20 തന്നെ ഉണ്ടാവും. മുന്നേ ഇങ്ങനെ ഒരു ഇത് ശരിക്കും അല്ലെ മാത്സ്. ഞാനൊക്കെ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മള് നെഗറ്റീവ് മാർക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഷെസ്ബ്രോ ഇതില് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അപ്പൊ തെറ്റിയാല് നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഒരു 50-60 അറ്റൻഡ് ചെയ്യുക, ഈ 3 പേപ്പറും കൂടെ നെഗറ്റീവ് വരാതെ നോക്കുക എന്നുള്ള ഒരു ഡിസിഷനാണ് നമ്മളൊക്കെ എടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെയല്ല, അവർക്ക് ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് തന്നെ അവര് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റുഡൻസ് 80 അപ്പൊ ഒരുപാട് പേർക്ക് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിന്. 98 ഉണ്ട്, 96 ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ സ്റ്റുഡൻസിനെ അതിന് അടിപൊളി ഇത് ചെയ്യാം. കാരണം നമ്മൾ ഇതുകൊണ്ട് ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഫാക്കൽറ്റീസ് ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ വെറുതെ നെഗറ്റീവ്സ് കൊണ്ടുവന്ന് 200 വരേണ്ടത് 198 അതിലോട്ട് വന്ന് നിൽക്കരുത് എന്ന് പറയാറുണ്ട്. അതുപോലെ 40ക്ക് താഴെ ആവരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും ആപ്ലിക്കബിൾ അല്ല. ഒരു മാക്സിമം കൊടുത്തിട്ടുണ്ട്, ഫുൾ മാർക്ക് വാങ്ങാൻ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്. ഇത്തവണ സ്റ്റുഡൻസ് ഒരു 2020 സ്റ്റൈലാണ് എക്സാം അപ്രോച്ച് ചെയ്തത്. മറ്റേ നമ്മളൊക്കെ ടെസ്റ്റ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിള്ളേർ 2020 അടിച്ച് തകർത്ത് ഈ രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. എനിക്കൊന്ന് നമ്മൾ ആ കൊടുത്ത എക്സാമിന് മുമ്പ് കൊടുത്ത ക്ലാസ്സസും റിവിഷൻ ടെസ്റ്റും എല്ലാം കുട്ടികളെ എക്സാം ഭയങ്കര ഈസി ആക്കി. അവർ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് നല്ലപോലെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ജസ്റ്റ് പിച്ചിലിറങ്ങി കളിക്കുക. അവർക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ലീവ് ചെയ്യണോ എടുക്കണോ, ആ രീതിയിൽ സമയം അവർ വേസ്റ്റ് ചെയ്തിട്ടില്ല. എവിഡന്റ് ആണ്. ഇന്നലെ 1-2 പേര് വിളിച്ച് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് പേപ്പർ 3 60-70 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എളുപ്പം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റി. ബാക്കി 30 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റി. ഒബ്വിയസ്ലി 80+ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു വിളിച്ചു പറഞ്ഞ കുറെ കുട്ടികളുണ്ടായിരുന്നു. ഇത്തവണ എക്സാം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, അവർക്ക് കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അത് അവര് നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. ഞാൻ അഖില മാമിന്റെ ടീമിനെ അതില് ഇത് ചെയ്യാണ്. കാരണം ആ സമയത്ത് അവർ അതോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം അവർക്ക് മെസ്സേജ് അയച്ചിട്ടും എക്സാംസുകൾ കണ്ടക്ട് ചെയ്തിട്ടും ഓൺലൈൻ, കാരണം സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇതിലോട്ട്. കാരണം കുട്ടികളും തന്നെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഏതെങ്കിലും എക്സാം ഒക്കെ നമ്മൾ കുറച്ചൊരു സമയം മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മെസ്സേജ് വരും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ആ ടൈമിംഗ് ഒക്കെ മാറുമ്പോൾ. സോ അവരവരുടെ മാക്സിമം എഫേർട്ട് നമ്മുടെ അക്കാഡമിക്സ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇട്ടു. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നു, നല്ല ടൈം ഉണ്ടായിരുന്നു ഇത്തവണ. കാരണം എക്സാംസ് കുറച്ച് ഡിലേ ആയിട്ടാണ് സാധാരണ നടക്കുന്നതിനേക്കാളും ഏകദേശം ഒരു 20 to 25 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടിയായിരുന്നു. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്ത കുട്ടികൾക്കൊക്കെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല മനുസാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മനുസാറിന് വേണേ ജോയിൻ ചെയ്യാം. മനുസാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന് ഞാൻ ഇറങ്ങാം. അതിനു മുമ്പായിട്ടേ ഇൻവിറ്റേഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനൊന്ന് ഇറങ്ങാം. ആഷിഷ് സാറേ, എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എനിക്ക് ഇപ്പൊ ഈ റിസൾട്ട് ഫ്രണ്ടിൽ പോപ്പപ്പ് ചെയ്ത് ഓർമ്മ ഈ ഇലക്ഷൻ സമയത്ത് റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ന്യൂസ് ചാനലിൽ കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ, അതുപോലെയാണ് ഇത് പെട്ടെന്ന് പോപ്പപ്പ് ചെയ്തിട്ട് മെസ്സേജ് ആണ്. അതായത് നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഒരു ലിസ്റ്റ് പെട്ടെന്ന് കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഡിസ്ട്രിക്റ്റുകളുടെ എണ്ണം. ഞാൻ പെട്ടെന്ന് 2-3 പേര് വായിക്കാം. മുഹമ്മദ് സഫൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് സഫൻ എറണാകുളത്താണ് പേര്. ഓക്കെ, അടുത്ത് ഗംഗയുണ്ട്, ഗംഗ കാലിക്കട്ടാണ്. വി ഹാവ് ഗോട്ട് ആൻസ് തോമസ് ഫ്രം കോട്ടയം, അർച്ചന ഫ്രം ആലപ്പുഴ. അതായത് കേരളത്തിന്റെ ആണ്. നമ്മളിപ്പോ ഒരു മാപ്പ് വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാപ്പ് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവരിന്ന് 7 മണി വരെ കാത്തിരിക്കുകയായിരുന്നു, കിട്ടിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ കുറെ പേര് എനിക്ക് തോന്നുന്നു ഇന്ന് അതിനു വേണ്ടിയിട്ട് കാത്തിരുന്ന് എന്നാ പിന്നെ CA എൻട്രൻസ് റിപ്ലൈയിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ
ഞങ്ങളുടെ AAA ഫാമിലിയോട്ട് വന്ന എല്ലാവർക്കും കൺഗ്രാചുലേഷൻ ഗൈസ്. ഇനി കുറെ പേരുടെ പേര് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേര് ഞങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ ആരെങ്കിലും ഇവിടെ ചാറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവിലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമന്റിൽ യെസ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ പറയൂ. ഞാനിത് കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്, ഇവരെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. 66 പാർട്ടിസിപ്പൻസ് സ്റ്റിൽ ആക്റ്റീവ് ആണ്. പക്ഷെ കമന്റ് ബോക്സ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കമന്റ് ബോക്സ്. ഈ റിസൾട്ട് വരുന്നത് വരെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. വന്ന് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ ഇന്ന് കമന്റ് കൂടുന്നു. ഇന്ന് എല്ലാവരും ഇങ്ങനെ സ്വസ്ഥം എനിക്കൊന്ന് അവരിപ്പോഴും ആ പറയുന്ന എനിക്ക് പ്രതീക്ഷയും ഷോക്കൊന്നും മാറാത്തത് കൊണ്ട് ഇപ്പൊ അവിടെ സ്റ്റക്ക് അടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കമന്റ് ബോക്സിൽ ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ നേരിട്ട് AAA കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കമന്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ആ ഗാർമെന്റ്സ് എനിക്ക് എന്തെങ്കിലും ഗാർമെന്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ SS ഗാർമെന്റ്സിന്റെ പ്രൊപ്പറേറ്ററിന്റെ പേര് ടൈപ്പ് ചെയ്യോ ഒന്ന് കമന്റ് ബോക്സിൽ. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നതിലെ പാരന്റോ റിലേറ്റീവോ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും. സർ അവിടുത്തെ ക്ലാസ് ടൈം എപ്പോഴാണ്? മിൻഹാജെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ CA ഇന്റർ എടുക്കുന്ന വേണു സാറും മാൻ സാറൊക്കെ ഇതിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസിന്റെ സമയമൊക്കെ ആഷിഷ് സാറ് ഇപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ജെറി മാഷി സൂപ്പർ എന്ന് വായിക്കണ്ട. ആരെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചുമ്മാ പറയുകയാണെങ്കിൽ തള്ളണം നമ്മളെ കുറിച്ചിട്ട്. ഓക്കെ, യെസ്, ഓക്കെ. പക്ഷേ സന്തോഷമായില്ലോ അവരെ കുറെ പേര് എസ് ഡേറ്റ് ചെയ്തു. ഇനി അവരെയൊക്കെ വിളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോ അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ ഒന്ന് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യോ? നമുക്കൊരു അപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് വരുന്നതാണ് ഷെറിൻ സാർ. ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയോ തന്നിരിക്കും. ഓക്കെ, ഞാനിവിടെ ടിക്ക് ടിക്ക് ഈ പറയുന്ന നമ്മുടെ മണിയടിക്കുന്നത് പോലെയുള്ള എന്നതാ അനിരുദ്ധിന് കൊടുത്തോളൂ, ഒന്നും നോക്കണ്ട. ഹലോ അനിരുദ്ധ്, ഇന്നത്തെ ജാക്ക് പോട്ട് നേടിയിരിക്കുന്നത് അനിരുദ്ധാണ്. കൺഗ്രാചുലേഷൻസ്. അനിരുദ്ധേ, മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കേൾക്കുന്നുണ്ട്. മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. ഇത്രയും നല്ല ബോഡി ലാംഗ്വേജ് അടുത്തെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ 6 മാസത്തെ കഷ്ടപ്പാടിനുള്ള ഒരു വലിയൊരു കൈ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ തന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ അനിരുദ്ധിന്റെ അടുത്ത്. ആ ചോദ്യമല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ, AAA എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു ഫാക്ടർ എന്താന്ന് പറയാം. ഞാൻ നീ എങ്കിലും അത് മാറ്റി പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷെ ഒരു മാറ്റം ഉണ്ടാവുന്ന അടുത്ത കാലത്ത് എന്താ നമുക്ക് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അല്ല ചിലപ്പോ എന്താ പറയാ, നമ്മൾ ഈ കോമഡിയിൽ ട്രോളൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആശാൻ തള്ളിയതാണെന്ന് പറയും ഞങ്ങളത് പറയുന്ന സമയത്ത്. അപ്പൊ നീ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ശരിക്കും ഇതാണ്. ഓക്കെ, നൈസ്, വെൽ ഡൺ. എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസും പരിപാടികളൊക്കെ? ഇന്നലെ ഫസ്റ്റ് കുറച്ചേരം ഇങ്ങനെ ഹാർട്ട് നിന്ന മാതിരി തോന്നി. അതായത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനി 6 മാസം പോകണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ റിസൾട്ട് നോക്കുമ്പോ ഞാൻ ഒരു 2 ദിവസം മുന്നത്തെ കമന്റ് ഇട്ടുണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മറന്നു പോയിരുന്നു. ഓർമ്മ ലൈവില് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ മറന്നിരിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇന്നലെ റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ റിസൾട്ട് നോക്കണേ. അപ്പൊ 7 മണിക്ക് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് ലിങ്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ച് ഗേറ്റിന്റെ അവിടെ പോയിട്ട് ഞാൻ റിസൾട്ട് നോക്കിയപ്പോ ഫസ്റ്റ് നോക്കി പാസ്, സമാധാനം. പിന്നെ അഗ്രിഗേറ്റ് നോക്കി, എന്നിട്ട് മാർക്ക് നോക്കി. എന്നിട്ട് ഞാൻ എന്റെ പേരെന്നെയാണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കേക്ക് കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് അമ്മ അറിയാൻ റിസൾട്ട് വന്നു. ആ സമയത്ത് റിലേറ്റീവ്സ് വീട്ടില് റിലേറ്റീവ്സ് ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് നോക്കാനൊരു മടി. അവരുണ്ടെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവില്ലോ. നോക്കിയിട്ട് പാസ്സായി പറഞ്ഞു. പാസ്സായി ഞാൻ എന്റെ കയ്യിലൊരു കേക്ക് ഉണ്ടായിരുന്നു. ഒരു 7 മണി നേരത്തെ ചായ കുടിക്കുക. അപ്പൊ ഞാൻ ഈ കേക്ക് അമ്മയിൽ കൊണ്ടു കൊടുത്തപ്പോ തന്നെ അവർ പറഞ്ഞു റിസൾട്ട് വന്നു പോകുന്നില്ലാന്ന്. അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആദ്യം ആദർ സാറിനും ചാനൽ സാറിനും അയച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞു. ചോദിച്ചോട്ടെ. അല്ല, ഞാൻ ആശു സാർക്ക് വരുന്നത് എന്താ അറിയോ, അതിന് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാറിനർക്ക് അയച്ചു വരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ആശു സാറിന്റെ സ്റ്റാറ്റസ് എടുത്താട്ടാ വെറുതെ ഒന്ന് വാട്സാപ്പിൽ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു
വന്ദേ ഭാരതിന്റെ ഒരു 10 പോക്കി അടുപ്പിച്ചിട്ട് പോലെ ഒരു ട്രെയിൻ പോലെ ഒരു 200 എണ്ണയൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? പറയാ ആശി സാർ. അതായത് നിരുത് മനോജ് അല്ലേ? ഞാൻ നോക്കുമ്പോ അക്കൗണ്ട്സിന് നല്ല മാർക്ക് ഉണ്ട്, മാത്സിന് നല്ല മാർക്ക് ഉണ്ട്, എക്കണോമിക്സ് BCK ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് ലോ രക്ഷപ്പെട്ടതാണോ? ലോ രക്ഷപ്പെട്ടാന്ന് പറയാൻ പറ്റില്ല. ഞാൻ അക്കൗണ്ട്സ് എന്റെ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള സാധനം. ആദ്യ സാറ് പഠിപ്പിച്ച് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട്, സാറിന് എന്തെങ്കിലും ഓഡിറ്റിംഗ് മറ്റേ അക്കൗണ്ട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചോളാം പറഞ്ഞിട്ട് സാറിന്. അങ്ങനെ പഠിച്ചിന് അങ്ങനെ അത്ര, അതായത് ഫസ്റ്റ് ഈ ക്ലാസ് ക്വസ്റ്റ്യൻ നല്ല മാർക്ക്, ഫുൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട്സ്. അപ്പോ എന്റെ മൈൻഡ് ഉണ്ടായിരുന്നു ലോയും അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ മാത്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഉള്ളൊരു പേടിയാണല്ലോ മാത്സ് പോയി. അപ്പൊ അതിലെങ്ങനെയെങ്കിലും ഒരു 40 മേടിക്കണം, പിന്നെ അഗ്രിഗേറ്റ് ലോയും അക്കൗണ്ട്സും കൊണ്ട് എടുക്കണം എന്നുള്ള പ്ലാനായിരുന്നു എനിക്ക്. അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് ലോ ബുക്കത്തെ മുഴുവൻ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചാനൽ സാറിന്റെ RTP സാറ് സെറ്റ് ചെയ്തൊരു പേപ്പറുകളൊക്കെ തരാറുണ്ട്. അപ്പൊ അത് മുഴുവൻ വായിച്ചു. അത് മുഴുവൻ ജസ്റ്റ് വായിച്ചു. എന്നിട്ട് ഞങ്ങൾ എക്സാമിന്റെ തലേദിവസം ഞങ്ങൾ ഇങ്ങനെ വിളിക്കുക, പിള്ളേർ ഇങ്ങനെ വിളിച്ചിട്ട്, കൂട്ടുകാർ വിളിച്ചിട്ട് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുന്നത്. എക്സാമിന് പോയി നോക്കിയപ്പോ ഷാഹിദ് സാർ തന്ന പേപ്പർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതന്നെ ഉള്ളൂ. RTP സാർ സെറ്റ് ചെയ്ത ആ സാധനം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ മാർക്ക് കിട്ടില്ലായിരുന്നു. നല്ല മാർക്ക് കിട്ടിയായിരുന്നു. ഞാൻ വായിച്ചുള്ളൂ, ജസ്റ്റ് ആ ഓർമ്മയിൽ എഴുതിയതാ. റിസൾട്ട് വന്നപ്പോ എന്ത് തോന്നി? കാരണം ഞാൻ നോക്കുമ്പോ അക്കൗണ്ട്സ് 71 ഇതന്നെയല്ലേ നിന്റെ മാർക്ക് തന്നെയല്ലേ? അതെ. 71 ഏറ്റവും കൂടുതൽ കണ്ടേ മാത്സ്. ഞാൻ ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 76 അറ്റൻഡ് ചെയ്തതാ. അതായത് എക്സാം എഴുതിയിട്ട് 76 ഞാൻ അറ്റൻഡ് ചെയ്തു. അതുവരെ എക്സാമിന് രാവിലെ പോണ വരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാവരും മാത്രം അറിയാൻ നന്നായിട്ട്, ബാക്കിയുള്ള എന്താ പഠിക്കുന്നുള്ള അറിയില്ല. അങ്ങനെ പോയിട്ട് എക്സാം എഴുതി 76 അറ്റൻഡ് ചെയ്ത് 73 മാർക്ക് കിട്ടി. ഭയങ്കരം പെട്ടെന്ന്. കാരണം മാത്സിലും ലോ ആൻഡ് BCR എന്നുള്ള പേപ്പറിൽ മാത്രം 40s കണ്ടപ്പോഴേ അത് ടഫ് ആയതുകൊണ്ടാണോ അതോ അല്ല, പഠനത്തിന് 100 മാർക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വാല്യുവേഷൻ കുറച്ച് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ലോയുടെ അല്ലെ? കാരണം കണ്ടന്റ് മുഴുവൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അനിരുദ്ധ, ഈ താഴെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരില്ലേ അനിരുദ്ധിന്റെ കൂടെ പഠിച്ച് ഇവിടെ ഇരിക്കുകയും പഠിച്ചതല്ല, എന്റെ ഫോളോയിങ് ലിസ്റ്റിൽ കുറെ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാളെ തൊട്ട് സ്ക്രീൻ റെക്കോർഡ് ഗ്രൂപ്പിൽ വരും. വരട്ടെ, എന്താണ് കുഴപ്പം? ഇതൊക്കെ അല്ലേ വരേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് മുങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, നമുക്ക് അവരെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യാം. കുറെ പേരുണ്ട്, കുറെ ഫസ്റ്റ് അത് ശരി, വിളിച്ചോ നമുക്ക് കൂടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ, ഒരു പേടിയില്ല. എനിക്ക് തോന്നുന്നു ആ ലൈവിന്റെ ലിസ്റ്റിൽ പോയിട്ട് ആ നമ്പർ വളർക്കുന്നുണ്ട്. എത്ര മുകളിൽ 70 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പെട്ടെന്ന് വിളിക്കും. ഇപ്പൊ ഒരു പണി കൊടുക്കാൻ പറ്റും, ഇപ്പോഴേ പറ്റുള്ളൂ. ഒരാളുടെ പേര് നോക്ക്. SS ഗാർമെന്റ്സ് പറഞ്ഞത് ആള് പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും അനിരുദ്ധ അത് കമന്റ് ചെയ്താൽ മതി, അത് നല്ലത്. അപ്പൊ അവിടെ കിടക്കുമല്ലോ, നമുക്കറിയാലോ. അതല്ല, ഇത് പറഞ്ഞപ്പോഴേ എല്ലാരും ഓടിയെന്ന് തോന്നുന്നു. കുറച്ചു പേരുടെ 70 ആയിട്ടുണ്ട്. നേരത്തെ 78 ആയിരുന്നു. അതെന്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. നീ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. ആണല്ലോ, ഇല്ല, എന്റെ ഫോളോവേഴ്സ് ആരും ഇല്ല തോന്നുന്നു. എന്തായാലും പ്രൈസ് അപ്പോ ഷെറിൻ സാറൊക്കെ ഒന്ന് വാങ്ങാം കേട്ടോ. അതിന്റെ എവിടെയാണ് ഇന്റർനെറ്റ് ജോയിൻ ചെയ്യുന്നത്? കാലിക്കറ്റാണ്. എപ്പോഴാണ് നീ വരും? നാളെ ഇവിടെ ഉണ്ടോ? കാലിക്കറ്റ് ഉണ്ടോ? നാളെ എന്താ? അല്ല, മറ്റേ ബ്രിഡ്ജ് ഞാൻ ഓൺലൈനിൽ ചെയ്യണം. തൃശ്ശൂരാണ് എന്റെ വീട്. അപ്പൊ അവിടെ വന്ന് ഹോസ്റ്റലിൽ നിൽക്കല് ബ്രിഡ്ജിന് വേണ്ടിട്ട് നടക്കുക. ഓക്കെ, അപ്പൊ 12-ാം തീയതി വരും. 12-ാം തീയതി വരും. വരും. ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 12-ാം തീയതി വരുന്ന സമയത്ത് അൻപതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മാനം ഞാൻ നാളെ ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട് പോകും. ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ട് കൂടെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ. എന്നിട്ട് അത് സ്റ്റോറി ഇട്ടിട്ട് എനിക്ക് മെൻഷൻ ചെയ്യണം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഡൺ. ബൈ. താങ്ക് യു അനിരുദ്ധ്, താങ്ക് യു. ഷെറിൻ സാർ, നമുക്ക് ആദ്യം എസ് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് പേര് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുണ്ടല്ലോ, അയാളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്താലോ? ബിന്ദു എന്താന്ന് തോന്നുന്നു പേര്. ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു. ഓൺലൈൻ സ്റ്റുഡന്റ് ആണെന്ന രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ കിട്ടേണ്ടതാണ്. ഞാൻ ഒന്ന് അതെ, നോക്കട്ടെ. നമുക്ക് ഈ പറയുന്ന ഫൗണ്ടേഷൻ ഇന്റർ കഥകൾ മാത്രമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ബോറടിച്ചിരിക്കണ്ട. ഞാനിപ്പോ ശേഷത്ത് പറയുന്നു, പാട്ട് പാടാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഇന്നിപ്പോൾ ഈ പറയുന്ന ലൈവിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്ന് ആഗ്രഹമുണ്ട്. കേരളം മൊത്തം, ഇന്ത്യ മൊത്തം, ലോകം മൊത്തം നിങ്ങളെ കേൾക്കും ചിലപ്പോൾ. ഒക്കെ നിങ്ങളുടെ ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് ഇവിടെ ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് റെഡി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള സമ്മാനം 50 ഇവിടെ നമ്മൾ കോഴിക്കോട് വെച്ച് കൊടുക്കും. പക്ഷെ നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇന്ന് സമ്മാനങ്ങളുടെ പെരുമഴ കേട്ടോ. ആശു സാറേ, എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിസൾട്ട് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോ സമ്മാനമായിട്ട് ഓരോ ദിവസമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. മനു സാറിന് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. മനു സാർ ഈസ് ഹിയർ. എനിക്ക് തോന്നുന്നു ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ സാർ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യൂ. ഉടൻ തന്നെ വരേണ്ടതാണ്. നമ്മുടെ കമന്റ്സിൽ വേറെ ഒരാൾ കൂടെ, ഞാൻ SS ആ കുട്ടിനെ തിരഞ്ഞെടുത്ത് കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു സാറെ, ക്യാമറ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. യെസ്, ക്യാമറ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മനു സാർ ഈസ് ഹിയർ. ഹായ് മനു സാർ. സാറേ, നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്താണ് സാറിന് പറയുന്നത്? സാറിന്റെ കുട്ടികളെ ബാഡ്മിന്റണിൽ മനുസാറ് സ്മാഷ് എടുക്കുന്നത് പോലെയാണ് റിസൾട്ടിലൊക്കെ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അതെ, ഇന്നലത്തെ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോ തന്നെ ഒരു ഗംഭീര റിസൾട്ട്. നമ്മുടെ പോസ്റ്റ് അങ്ങനെ എന്തോ ആണ് എനിക്ക് ഇത് കമന്റ് വിട്ടിരുന്നത് സ്ക്രീൻഷോട്ടിന്റെ കൂടെ അല്ലേ? അല്ല, അത് സാർ ഇട്ടിരുന്നാണ്. അതിഗംഭീരമായിരുന്നു. ആദ്യത്തെ ആ ഒരു കുട്ടി മെസ്സേജ് അയക്കുകയും ചെയ്തപ്പോ തന്നെ ആ ഒരു മാർക്കിന് നമ്മളെ ഒരു തിരിച്ചു പറയാണ് 97 മാർക്സ് ആ ഒരു പേപ്പറിന് സ്കോർ ചെയ്യാന്ന് പറയുന്നത് 2 hours സ്കോർ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിലേക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് അത്ര ഒരു നമുക്കൊരു ഇത്രയും വലിയൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സാമിന്റെ ടൈമിൽ അവിടുന്ന് വന്നിരിക്കുന്ന ഒരു വർക്ക്, നമ്മളൊരു റാപ്പിഡ് റിവിഷൻ കൊടുത്തു. ദെൻ മോക്ക് ടെസ്റ്റുകളുടെ ഡിസ്കഷൻ, ദെൻ നമ്മൾ ഇത്തവണ ഒരു സൂപ്പർ 60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലെല്ലാം സ്റ്റുഡൻസിന്റെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തവണ ഏറ്റവും എനിക്ക് നമ്മുടെ ഈ റിസൾട്ടിലേക്ക് വരാനായിട്ട് ഒരു കാര്യം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വന്നതെന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടേതായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. റിപ്ലൈഡ് മോക്ക് ടെസ്റ്റ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മോക്ക് ടെസ്റ്റ് തരുന്ന പോലെ ജസ്റ്റ് ഓർഡറിലല്ല, നമ്മുടെ ആക്ച്വൽ എക്സാം പാറ്റേണിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്തുകൊണ്ട് ബിസിനസ് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും ഷഫിൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ബിക്കോസ് നമ്മളത് ക്ലാസ്സിൽ എത്ര പറഞ്ഞാലും ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയപ്പോഴാണ് ഈവൻ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കുട്ടി പോലും മെസ്സേജ് അയച്ചു, സാറേ ഇത് ശരിക്കും ഇങ്ങനെയാണോ എക്സാമിന്? ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റ് പോലും മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, ദെൻ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആ ഓർഡറാണ്. അങ്ങനെയല്ല നമ്മുടെ ആക്ച്വൽ എക്സാം വരുന്നത്. ആ ഒരു രീതിയിലുള്ള എക്സാം നടത്തിയതാണ് എന്റെ ഒരു കണക്കൂട്ടില് സ്റ്റുഡൻസിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ. ഒബ്വിയസ്ലി അവർ നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി കണ്ടുവരുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരും ഒരു 80 ക്വസ്റ്റ്യൻസ് ആകുമ്പോഴത്തേക്കും ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു ടൈം ആയി എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞ പോലെ ആ ഒരു ടീമിന്റെ എഫേർട്ട് ഭയങ്കരമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്സ് എല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ച് നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തെടുത്ത ആ ഒരു ടീമിന് വലിയൊരു അഭിനന്ദനം പറയണം. അടിപൊളി സർ. അതായത് സാറിന്റെ ഇതിൽ എഫേർട്ട് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. ഞങ്ങൾ അക്കാഡമിക്സ് ടീമിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പൊ അക്കൗണ്ട്സ്, ലോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫാക്കൽറ്റീസിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ആരും മാത്സ് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശല്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മനസ്സേർ. മാത്സ് പരമായിട്ട് എന്ത് വന്നാലും മനസ്സേറിന് തന്നെ ഡിപെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻസ് അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പൊ മോക്കിന്റെ കേസ് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് പോലും മാത്സ്, സ്റ്റാറ്റി എല്ലാം സെപ്പറേറ്റ് ആ തരിക. എന്നിട്ട് ഫൈനൽ എക്സാമിന് അവര് മിക്സ് ചെയ്തങ്ങ് ഇടും.
അപ്പൊ കുട്ടികൾ ആദ്യമായിട്ട് മോക്ക് എഴുതി എന്ന് പറയുമ്പോൾ അതൊരു ബെനിഫിഷ്യൽ ആവാത്ത രീതിയിൽ, അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത പോലെയാണ് അവർ ശരിക്കും ഫൈനൽ എക്സാമിന് പോവാറ്. ഞാൻ ഇപ്പൊ മാർക്ക് എടുത്ത് നോക്കുമ്പോൾ സാറ് സാധാരണ മാത്സ് ഇപ്പൊ ഞാൻ പഠിച്ചത് ഉൾപ്പെടെ നമ്മളൊക്കെ ഒരു 40 എത്തിക്കാൻ നോക്കുന്ന ഒരു സബ്ജക്റ്റ് ആണത്. ഞാനൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാല് സ്റ്റാറ്റി എല്ലാവരും അത് മാക്സിമം നോക്കുന്നു, മാത്സിലെ വെറും സെലക്ടഡ് പോർഷൻസ് മാത്രം നോക്കുന്നു. ഇതായിരുന്നു ഞാനൊക്കെ പഠിച്ച രീതി. പക്ഷെ ഇവിടെ നോക്കുമ്പോ 97 രണ്ടുപേര്, 94 ഉണ്ട്, 92 ഉണ്ട്, 86 ഉണ്ട്, 84, 83, 82 ഫുള്ളി. അതായത് നമ്മള് ഞാൻ നോക്കുമ്പോ 70s മുകളിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. സാറിന് പേഴ്സണലി എങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ റിസൾട്ട്? സാധാരണ ഇങ്ങനെ വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ വരാറില്ല. നമുക്ക് ചിലപ്പോൾ അങ്ങേയറ്റം നമ്മൾ നോർമലി വിഷ്ണു സാറ് പറഞ്ഞ പോലെ നമ്മളും സംടൈംസ് ക്ലാസ്സിൽ പറയുന്നതാണ്. അതായത് ഇവർ നെഗറ്റീവ് അറ്റൻഡ് ചെയ്യരുത് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലൂടെ പറയുന്നത്. ഒരു 75-80 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുന്നവർ പോലും ആ ഒരു 80 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ആ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞ എപ്പോഴും സാറ് ഈ പറഞ്ഞതുപോലെ ആ ഒരു പോയിന്റ് ആണ്. ഇവരെ ഒരിക്കലും ഇങ്ങനെ ഒരു പാറ്റേൺ എക്സാം ഇതിനു മുമ്പ് ഒരിക്കലും എഴുതിയിട്ടില്ല. നന്നായിട്ട് പഠിക്കുന്നവർ പോലും ആദ്യമായിട്ടാണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ടഫായി കാണുമ്പോഴത്തേക്കും ആകെ പേടിച്ചു പോകും. അതാണ് നോർമലി ഈ ഒരു പേപ്പറിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് കുറയാൻ കാര്യം. നമ്മൾ ആ ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മാറ്റിയപ്പോൾ അതിന്റെ ഒരു ഭയങ്കര ഒരു ഗുണം നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് 97 മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് സാറ് പറഞ്ഞതുപോലെ. ബട്ട് നമുക്ക് 2 പേര് പ്ലസ് 94 അങ്ങനെ കിട്ടി. അത് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി. പിന്നെ നമ്മൾ അവസാനം എക്സാമിനോട് അടുപ്പിച്ച് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ, സൂപ്പർ 60 പ്ലസ് 2 ദിവസത്തെ റാപ്പിഡ് റിവിഷൻ. സോ ഞാൻ ആദ്യം റാപ്പിഡ് റിവിഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് 2 ദിവസം ഫുള്ള് ഇനിയും ഓൺലൈനായിട്ട് ഇരിക്കണോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ അതിനകത്ത് സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് അത്രത്തോളം ആ ഒരു റിവിഷൻ ക്ലാസ്സിന് നമ്മൾ വരുമ്പോൾ അവരും വന്നിരുന്ന് അതിനകത്ത് റെസ്പോണ്ട് ചെയ്ത സാർ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വലിയ കാര്യം തന്നെയാണ്. അതും എല്ലാം നമ്മുടെ ഒരു ഈ ഒരു ഗംഭീര റിസൾട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ മനുസാറിന്റെ അടുത്ത് ഏതോ ഒരു സ്റ്റുഡന്റ് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട്. മനുസാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് വായിക്കാം. KPMXS എന്ന് പറയുന്ന ഒരു ID പറഞ്ഞിട്ടുണ്ട്. മനുസാർ താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് ട്രിപ്ലൈ. മനുസാർ ട്രിപ്ലൈയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ പാസ്സായ ആരോ ഒരാളാണ്. അപ്പോൾ ആ 2 പേർക്കും ട്രിപ്ലൈയുടെ ഭാഗത്തുനിന്നുള്ള വലിയ കൺഗ്രാജുലേഷൻസ് നമ്മൾ അറിയിക്കുകയാണ്. വെൽ ഡൺ മനുസാർ. ഓക്കെ, അതെ. പിന്നെ മനുസാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത 2 കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ നേരിട്ട് കണ്ട വ്യക്തി എന്ന രീതിയിലാണ്. ഒന്ന്, ട്രിപ്പിൾ നമ്മൾ ഷട്ടിൽ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷട്ടിൽ ടൂർണമെന്റ് നടത്തി കേരളത്തിലെ നാനാഭാഗത്തുള്ള ട്രിപ്പിൾ ഫാക്കൽറ്റീസും മാനേജ്മെന്റും ഒക്കെ പങ്കെടുത്ത മത്സരത്തിൽ ഫസ്റ്റ് അടിച്ച സ്മാഷ് വീരനായ മാരക് മനുസാറാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാമത്തത് അത് ഷട്ടിൽ മാത്രം തീരുന്നില്ല, ക്രിക്കറ്റിൽ വന്നിട്ട് 2 സ്ട്രെയിറ്റ് 6 ഒക്കെ അടിച്ച ആളാണ്. ഓക്കെ, അപ്പൊ മനുസാറ് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ കാണരുത്, നമ്മളെക്കാട്ടിലും വലിയ എനർജിയുള്ള മനുഷ്യനാണ്. ഓക്കെ, രണ്ടിലും വിന്നേഴ്സ് ആണ് അല്ലേ? രണ്ടിലും വിന്നേഴ്സ്. ഇപ്പൊ ഫൗണ്ടേഷനിലും വിന്നേഴ്സ്. ഈ വർഷം മനുസാർ കൊണ്ടുപോയി. അതെ, ആഷിഷ് സാർ, മനു സാർ, ഷയസ് സാർ, ഞാൻ ഒരു അനൗൺസ്മെന്റ് നടത്താൻ പോണ്. നമ്മുടെ അഡ്മിഷൻ 200 ക്രോസ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ ഏറ്റവും അവസാനം എന്റെ ഫ്രണ്ടില് ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, സ്റ്റുഡൻസ് വിചാരിക്കും ഇങ്ങനെ വെറും തള്ളല്ലേ എന്ന്. ഞാൻ തള്ളുന്നില്ല, കാണിച്ചു തരാം. എന്റെ ഫ്രണ്ടിൽ സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിൽ ലൈവ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഷീറ്റിൽ. ഓക്കെ, അപ്പൊ ലൈവ് അപ്ഡേറ്റ്സിൽ അവസാനം വന്ന ഷീറ്റിലെ 3 പേരുടെ പേര്: നന്ദന TP കാലിക്കറ്റിൽ അഡ്മിഷൻ എടുത്തു, ജെനി PR കാലിക്കറ്റ്, തോമസ് എബ്രഹാം കൊച്ചി. അപ്പൊ നമ്മളുടെ ശരിക്കുള്ള കോമ്പറ്റീഷനെ നമ്മളാണ് ആഷി സാറേ. കൊച്ചിയും കാലിക്കറ്റും ട്രിവാൻഡ്രാണെന്നുള്ള കോമ്പറ്റീഷൻ അവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, വെൽ ഡൺ ഗൈസ്. അപ്പൊ അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിലേ ഇനി കാത്തു നിൽക്കരുത്, വേഗം പോകും. അവസാനം ഹോസ്റ്റലിൽ സമയം കിട്ടിയില്ല, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കിട്ടിയില്ല, കറക്റ്റായിട്ട് റൂം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർക്ക് പരാതി ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ തന്നെ തീർത്തോളാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഡബിൾ സെഞ്ചുറി ക്രോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? യെസ്, ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെ. എനിക്ക് തോന്നുന്നു KPMXX എന്നൊരു യൂസർ നെയിം എന്നാണ് KP സാറിനോട് താങ്ക്സ് പറഞ്ഞത്, സോറി മനു സാറിനോട് താങ്ക്സ് പറഞ്ഞത്. അപ്പം ആ യൂസർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാലോ? ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിൽ ആളെ യെസ് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇവിടെ നിന്ന് പോകാൻ സാധ്യത ഉണ്ട്. അതിനോ ആരാണ് പോകുന്നത്, അതെങ്ങനെയാണ് ഇൻസ്റ്റ, അതെങ്ങനെയാണ് അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത്? അവസാനം ജോയിൻ ചെയ്യുന്ന ആൾ പോകും, ആരെങ്കിലും പോവോ? അത് നമ്മൾ സ്വയം പോകണം?
എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഇപ്പൊ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം KPMXX ഒന്ന് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അവിടെ ആരൊരാൾ പോകുന്നുണ്ട്, നമുക്ക് അറിയാലോ അപ്പൊ ആരാണ് ഓക്കെ. പോകുന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ലോകം പോവേണ്ടി വന്നേക്കാം ഒരാൾക്ക് ജോയിൻ ചെയ്യണം. ശരിക്കും ഒരാൾ പോയാലേ അടുത്ത ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസ്റ്റയൊക്കെ പോലെ നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഒരു പവർ അല്ലേ. സത്യം. എനിക്ക് തോന്നുന്നു ഷെറിൻ സാറേ സാർ ഇൻവിറ്റേഷൻ അതെ, ഞാൻ KPMXX രക്തസാക്ഷിയാണ്. KPMXX ഇനി കാണുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം. ഓക്കെ, താങ്കളെ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേരം മാറി നിൽക്കാൻ പോകണ്ട. ഓക്കെ, ശരി സാറേ. ഓക്കെ, ഐ ആം ലീവിംഗ്. ഞാനിതാ ഒരു ഇൻവിറ്റേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് KPMXX. നല്ല പേര്. നമ്മുടെ പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ ID ലൈവ് പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ പൊളിയാണ്. ഇത് വിളിച്ച് പറയാനൊരു ബുദ്ധിമുട്ട്. ദാറ്റ്സ് ഓൾ. സോ ഞാൻ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു. ഒപ്പം തന്നെ ഷെറിൻ സാറിന്റെ ഗിഫ്റ്റും വാങ്ങിയിട്ട് ചില്ലായിട്ടിരിക്കാം. ഐ തിങ്ക് ആ ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കാം. യെസ്, ഇൻവിറ്റേഷൻ സെൻഡ്. ഓക്കെ, അപ്പം ആസിഫ് സാറേ നിങ്ങളും കൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ് 200 കഴിഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നത്. ഇതിപ്പോ നമ്മുടെ മറ്റേ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുന്ന പോലെ, ഞാൻ അതാണ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത്. നമ്മളിവിടെ ഇങ്ങനെ ഓരോ റിസൾട്ട് കയറി പോകുമ്പോൾ ഹാപ്പി ആയിട്ട് ഓക്കെ എന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനത്തെയാണ് സംഭവിക്കുന്നത്. ഈ ഷെറിൻ പറഞ്ഞല്ലോ തള്ളുക തോന്നരുത് എന്ന്. അത് ഷെറിൻ പറയുന്ന രീതി കൊണ്ട് അങ്ങനെ തോന്നുന്നുള്ളൂ, അല്ലാതെ തോന്നുന്ന കാര്യമൊന്നുമില്ല. മുഖത്ത് എപ്പോഴും ഒരു തള്ളുള്ളത് കൊണ്ട് മാത്രമുള്ളത്. എനിക്ക് തോന്നുന്നു മനസ്സാർ ആ സ്റ്റുഡന്റിന് എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും ജോയിൻ ചെയ്യാൻ പോകുന്നു. ഞാൻ ഇവിടെ ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഞാൻ വേറൊരു സ്റ്റുഡന്റിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആസിഫ് സാർ നിങ്ങൾ ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു 1-2 പേരെ നോക്കിയിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, ശരി. കൃഷ്ണപ്രിയായിരുന്നു അത്. മനു സാർ. ഓക്കെ സാർ വിളിച്ചായിരുന്നു ഈ 97 കിട്ടിയ കുട്ടിയെ? 97 വിളിച്ചില്ല, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വെരി ഹാപ്പി, ഇത്രയും മാർക്ക് കിട്ടിയതില് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി ഞാൻ വിളിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ മെസ്സേജസും കോളും വന്നുകൊണ്ടിരുന്ന കാരണം പിന്നെ അങ്ങ് നൈറ്റായി, പിന്നെ അങ്ങ് വിട്ടുപോയി. ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്ന കാരണം തിരിച്ച് വിളിക്കാൻ പറ്റില്ല. സാർ ഞാൻ കുറച്ച് പേര് പറയാം സാർ, ഓർമ്മയുണ്ടോന്നൊന്നും അറിയാൻ വേണ്ടി. ഡോണ സന്തോഷാണ് 97, അനുപമ 97, ആനന്ദ് ശ്രീധർ 94. ബാച്ച് ഒക്കെ ഓർമ്മ വരുന്നുണ്ട്, കാരണം എല്ലാ ബാച്ചിലും സാറാണ് എടുക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് എല്ലാവരുടെയും ഫേസ് ഓർമ്മയുണ്ട്. അല്ല, ശരിക്കും ഇവരെ ഓർക്കുകയും ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ നോർമലി ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നവരാണ് സ്ഥിരമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സ്ഥിരമായിട്ട് ഡൗട്ട് ചോദിക്കുകയും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഡൗട്ട് ചോദിക്കുകയും അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റിന് പോലും ഈവൻ ഇങ്ങനെയാണോ സാർ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്താണോ വരുന്നതെന്ന് ആദ്യം മോക്ക് ടെസ്റ്റ് ഇഷ്ടപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ശരിക്കും ടെക്നിക്കൽ ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും പറഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച ആളാണ് ഡോണ. ഞാൻ ഇന്നലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ആ മെസ്സേജ് അയച്ചവർക്ക് നല്ല മാർക്സ് ഉള്ള കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവരുടെ ബാക്ക് ചാറ്റ് ഒക്കെ നോക്കുമ്പോൾ അവർക്ക് മുന്നേ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ചില കുട്ടികളൊന്നും ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ പോലും അവര് കൃത്യമായി ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നോട് ചോദിക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും, എങ്ങനെ ഇത് ചെയ്യാം. അപ്പൊ സബ്ജക്ട് ബേസ് ആണല്ലോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന കുട്ടികൾ തന്നെയാണ് പിന്നെയും നമുക്ക് എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഡൗട്ട് ചോദിക്കുന്ന, പ്രശ്നങ്ങൾ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ കുട്ടികൾ തന്നെയാണ് നല്ല മാർക്സുകളൊക്കെ കിട്ടിയിട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഞാൻ ഇങ്ങനെ ഒരു മാത്സിന്റെ മാർക്സ് ശരിക്കും ഞാൻ ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം 80s ഒരുപാടുണ്ട്, 97, 94. ഓക്കെ സാർ, ശരിക്കും പ്രതീക്ഷയായിരുന്നോ ഇങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നോ? പക്ഷേ ഒരു 95 അബോവ് ഉണ്ട്. ഓക്കേ സർ, കണ്ടിന്യൂ. നമ്മള്
നല്ല മാർക്സ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പോയത് വെച്ചിട്ടും അവരുടെ പെർഫോമൻസ് വെച്ചിട്ടും നമുക്ക്, ബട്ട് എന്നാലും ഈ 95 എബോ അല്ലെങ്കിൽ 90 എബോ ഇത്രയും പേർ പ്രതീക്ഷ ഉണ്ടായിരുന്നു. 80+, രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ സ്റ്റുഡൻസ്, രണ്ടോ മൂന്നോ ചാൻസ് കൊടുത്തുള്ള ഒരു ഇത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ഒരു തവണ തോന്നുന്നു സാർ ഒരു 50 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ 50 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ സാർ സെറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ആഷിഫ് ഇതൊരു 37 അത്രയൊക്കെ മാക്സിമം കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, 50 ഔട്ട്. പക്ഷെ റിസൾട്ട് അന്ന് വന്ന സമയത്ത് ഒരുപാട് പേർക്ക് 50 ഔട്ട് ഓഫ് 50 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് മനസ്സാറിനോട് സംസാരിച്ച്, മനസ്സാറെ ഇത് ഇങ്ങനെ വന്നു. അപ്പൊ സാർ അങ്ങനെ ഒരിക്കലും വഴിയില്ല, ഞാൻ നല്ല നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് തുടക്കത്തിൽ കുട്ടികള് ഓൺലൈൻ എക്സാം ചെയ്ത കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു, അവരാണ് ഈ 50 ഔട്ട് ഓഫ് 50 എന്നുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. സാർ ഇത്തവണത്തെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് സാറിന് കാണില്ലല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ലല്ലോ അല്ലെ? നമ്മള് പക്ഷേ ഇത് അല്ല, നമ്മള് ഓൺലൈനിൽ ഇപ്പം മെമ്മറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇന്നതാണെന്നുള്ള രീതിയിൽ വരാറുണ്ട്. നമ്മളത് അത് കണ്ടായിരുന്നു. ഞാൻ നോർമലി എല്ലാ ചാൻസിലും ഞാനത് ചെക്ക് ചെയ്യാറുള്ള ആളാണ്. സോ നമ്മളത് കണ്ടപ്പോഴും നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു റിസൾട്ട് ആയിരിക്കും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. ബട്ട് ഈ പറഞ്ഞ ഒരു 97 എന്നൊക്കെ പറയുന്ന ഒരു മാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു വേർഡ്, അതിലും കുറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. തീർച്ചയായിട്ടും ആ ഒരു കുട്ടികൾക്ക് അത്രത്തോളം അഭിനന്ദനം അറിയിക്കണം. അവരാരെങ്കിലും ഓൺലൈൻ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ എത്രത്തോളം അഭിനന്ദനം അറിയിക്കുന്നതിന്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് മനു സർ ഫോർ യുവർ ടൈം. സോ സാർ ഇത്രയും നേരം സംസാരിച്ചതിനും കുട്ടികളെ മോട്ടിവേറ്റ് ആക്കാൻ വളരെയധികം താങ്ക്സ്. ഓക്കെ, അപ്പം സ്റ്റുഡൻസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. നമ്മുടെ ഈ ഒരു മഹാവിജയം ഇന്റർമീഡിയറ്റ് ലെവലിലും ഫൈനൽ ലെവലിലും കണ്ടിന്യൂ ചെയ്യാൻ എല്ലാ സ്റ്റുഡൻസിനും അനുഗ്രഹം അല്ലെങ്കിൽ ആശംസകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ പതുക്കെ ലീവ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു. ദാറ്റ് വാസ് റിയലി വണ്ടർഫുൾ. നിങ്ങളിങ്ങനെ ഇതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ നടന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ആക്ച്വലി എന്താ പറയാ ആസിഫ് സാറേ, ഈ ക്വസ്റ്റ്യൻ ഇട്ട കാര്യം അതൊക്കെ പറയുമ്പോഴാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടർ അടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഈ എന്താ പറയാ, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവര് ഫാക്കൽറ്റീനെ കാണുന്നുണ്ട്, ഏറ്റവും നല്ല ക്ലാസ് കിട്ടുന്നുണ്ട്, മൊത്തം കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു എഫേർട്ടും കാര്യങ്ങളും ഭീകരല്ലേ. സോ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാനിപ്പം ഇറ്റ്സ് മീ ആനന്ദ് അല്ലെ, യെസ്, ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് റിക്വസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ KPMX പറഞ്ഞ റിക്വസ്റ്റ് കിട്ടുന്നില്ല, ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യണേ. KPMXX ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. യെസ്, ഇൻവിറ്റേഷൻ ഞാൻ ഇപ്പൊ അയച്ചിട്ടുണ്ട്, ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റും നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരാം, നമുക്ക് സംസാരിക്കാം. വി ഹാവ് ലോട്ട് തിങ്സ് ടു ആസ്ക് യു. അതുപോലെ തന്നെ ഷെറിൻ സാർ, ഇഫ് യു ആർ ദേർ, ഐ ആം ഗിവിംഗ് യു എ റിക്വസ്റ്റ്, പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കേ, യെസ്. കുറച്ചു നേരം അഖില മാമിനെ ഒന്ന് ഇവിടെ ഇരുത്തുവാണ്. അഖില മാം കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കുകയായിരിക്കും. ഞാൻ ഒന്നും ഒരു വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ആസിഫ് സാറിന് നമുക്കൊന്ന് ടാറ്റ ബൈ ബൈ പറയാം. അഖില മാം, വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ പിള്ളേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ, എനിക്കുള്ള ക്വസ്റ്റ്യൻ ആഷിഫ് ഓൾറെഡി നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്, എനിക്കറിയാം. ബാക്കി അവിടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. സോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. റിഗാർഡിങ് വർക്ക് ബുക്ക്, നമ്മുടെ വർക്ക് ബുക്കിനെ കുറിച്ച് നമ്മളിപ്പം റീസെന്റ് ആയിട്ട് കേട്ടത് കൂടുതൽ ഇന്ററിന്റെ സമയത്ത്, കുട്ടികളുടെ ടെസ്റ്റിമണിയുടെ സമയത്ത് അവർ ഒരുപാട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ബുക്ക് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതിന് മെയിൻ റീസൺ നമ്മുടെ ഇവിടുത്തെ ക്രൂ എന്ന് പറയുന്ന നമ്മുടെ ടീം, അവര് ഫുള്ള് സ്റ്റുഡൻസ് തന്നെയാണ്, CA-യുടെ ആണെങ്കിലും CMA-യുടെ ആണെങ്കിലും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞത്, ഞാനൊരു വർക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ളത്, ഞാൻ പഠിച്ചപ്പോ എനിക്ക് എന്താണോ എനിക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടാതെ പോയത്, അത് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റണം. അപ്പം അവരാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു കിട്ടിയില്ല എന്ന് തോന്നുന്നത്, മെജോറിറ്റി ട്രിപ്പിൾ സ്റ്റുഡൻസ് വരുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഷെഡ്യൂൾ കിട്ടണം, അതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ മാറ്റും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വർക്ക് ബുക്ക് കിട്ടണം, വർക്ക് ബുക്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരണം, അതെല്ലാം അവരുടെ സജഷൻസ് ആണ്. അപ്പൊ അവർക്ക് എന്ത് കിട്ടിയാൽ നല്ലൊരു റിസൾട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഓരോ വർക്കും ബെറ്റർ ആക്കി കൊണ്ടുവരുന്നത്.
അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഒബിയസ്ലി ഉണ്ട്. അപ്പം ഞങ്ങൾ ചെയ്തതിനേക്കാളും അവരുടെ ആ ഒരു സജഷൻസ്, കോൺട്രിബ്യൂഷൻസ്, ആ ടീമിന്റെ തന്നെയാണ് ആ എഫേർട്ട് കൂടുതൽ അതിൽ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. എനിക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ തരുന്നുണ്ട്. അത് ശരി, നോ പ്രോബ്ലം. ഓൾറെഡി ത്രൊടിച്ചിട്ട് ട്രബിളായിരുന്നു, അതിന്റെ കുഴപ്പമില്ല. നമുക്ക് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ വെയിറ്റിംഗ് ഉണ്ടോ? എന്താ മാം കേട്ടില്ല? ആക്ച്വലി നമ്മള് അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. നമ്മുടെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ആണല്ലോ ശരിക്കും റിസൾട്ടിന്റെ മാർക്ക് നമുക്ക് കിട്ടി. ഇനിയിപ്പോ അവരുടെ വേർഡ്സില് ഒന്നും കേൾക്കാൻ നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഞാൻ ഒന്ന് രണ്ട് പേർക്ക് എന്തൊക്കെയോ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യമായിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ഒരു കാര്യമായിരിക്കും. അപ്പൊ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത പല ആൾക്കാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ. നമുക്ക് വില്ലിംഗ്നെസ് ടു ജോയിൻ അറിയിച്ച് കുറെ അധികം കുട്ടികളെ തന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റ ID ഒക്കെ, പക്ഷെ അവരൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കും. ബട്ട് ലെറ്റ്സ് ഹോപ്പ് വിചാരിക്കാം. ഗിവ് മീ എ സെക്കൻഡ്. എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. എനിക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. നിനക്ക് ഇവിടെ റിക്വസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. സോ ആ റിക്വസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ് ഹിയർ. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അടുത്തുനിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ ഐ തിങ്ക് ഓൾസോ നമ്മൾ അവർക്ക് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വില്ലിംഗ്നെസ് അറിയിച്ചവർക്ക്. ഇൻ കേസ് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കാനും പറ്റും. ഒരു ഇൻസ്റ്റ ID ഷെയർ ചെയ്താൽ മതി. അതെ അതെ അതെ, ഞാനിപ്പോ ഇങ്ങനെ ഇൻവിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. Let me try. Okay. Yes. അഖില മാമിന് മാം ക്ലാസ് എടുക്കുന്നില്ലേ? ലൈക്ക് സാറ്റർഡേ കൂടെ ആണ്, പക്ഷെ നമ്മുടെ ഫിസിക്കൽ ക്ലാസ്സസ് അല്ല, നമ്മൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ പോകുന്നതേ എടുക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ സമയത്തിനുള്ളിൽ കുറെ അധികം കുട്ടികൾ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവണ്ടല്ലേ? ഓ, അത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുവേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ റിസൾട്ട് ആക്ച്വലി രാവിലെ വരാണ്ട് അവര് വൈകുന്നേരം വരെ വെച്ചതില് എനിക്കാണ് ICUയുടെ കുട്ടികളെക്കാളും ദേഷ്യം തോന്നിയിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു എപ്പൊ അറിയാൻ പറ്റും, ആ കൗണ്ട് ഫുൾ എത്ര കിട്ടും എന്നുള്ള കാര്യത്തില്. അതിന് ആക്ച്വലി ഞാൻ മാത്രമല്ല, നമ്മളിവിടെ ഒരു ടീം ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കലാണ് ഈ റിസൾട്ട് നോക്കാൻ വേണ്ടി. അവർക്ക് ആക്ച്വലി രാവിലെ നേരത്തെ വന്നിട്ട് റിസൾട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് വൈകുന്നേരം 5:30 ആയപ്പോ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോഴും എങ്ങനെയാ കിട്ടിയില്ലല്ലോ, പോണല്ലോ എന്ന് വിഷമിച്ചിട്ട് പോയൊരു ടീമാണുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും റിസൾട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ ഓരോ പാസും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ആ ഒരു ബഹളം കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പാസ് റിസൾട്ട് എന്നുള്ളത് കേൾക്കുന്ന സമയത്ത് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ എക്സ്പെഷ്യലി ഭയങ്കര ഒരു ക്ലാപ്സും ബഹളവും ഒക്കെ ആയിട്ട് ശരിക്കും സെലിബ്രേഷൻ ആണ് 2 ദിവസമായിട്ട് ഇവിടെ റിസൾട്ടിന്റെ കാര്യത്തില്. യെസ്, മനസ്സിലായി. ഞാനിപ്പോ അനുപം സാർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഷെറിൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് വീണ്ടും ജോയിൻ ചെയ്യും. അപ്പം ഇവിടെയുള്ള പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, ഈ ലൈവ് കട്ടായി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോകരുത്, കം ബാക്ക്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനീതൊക്കെ പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പൊ ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണ്. സോ നമുക്കൊന്ന് ഇതൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരാം. സോ പ്ലീസ് ബി ഹിയർ. താങ്ക് യു മാം. കം ബാക്ക്. യാ, ഓക്കെ, ഐ ആം ബാക്ക്. അപ്പോൾ കേൾക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇത്തവണ എനിക്ക് മറ്റുള്ളവരെ കണക്ട് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ ആം ട്രൈങ് ടു ഇൻവൈറ്റ് പീപ്പിൾ. യെസ്, വി ഹാവ് അനുപം സർ ഹിയർ. സോ അനുപം സാർ, ഞാനൊരു റിക്വസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടേ. അപ്പോൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. സോ ആസിഫ് സാർ അല്ലെങ്കിൽ അഖില മാമിന് ജോയിൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അനുപം സാർ ഈസ് ഹിയർ. അനുപം സാർ ക്യാമറ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത്. യെസ്, നേരത്തെ നമ്മുടെ അനുപം സാറേ, സോ എന്താണ് പറയാനുള്ളത്? പിള്ളേരൊക്കെ ഒരേ പോളി 200 റിസൾട്ട് ഇപ്പം മറികടന്നിരിക്കുകയാണ്, ഡബിൾ സെഞ്ചുറി. പിള്ളേര് നമ്മളെ ഫൗണ്ടേഷൻ പിള്ളേര് പലപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊരു ആക്ച്വലി ഇതൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു തന്നെ. ലൈക്ക് മുന്നേ ജോമൽ സാർ പറഞ്ഞ പോലെ ദിസ് ഇസ് സെറ്റിംഗ് അപ്പ് എ ബെഞ്ച് മാർക്ക്.
സോ കാരണം അത് അത്രയും നമുക്കൊരു റിസൾട്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഗിവ്സ് എസ് ജോയ്. കാരണം അത്രയും നല്ല രീതിയിലുള്ള മാർക്സിലാണെങ്കിലും കുട്ടികളുടെ ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്ട് വെച്ചുള്ള മാർക്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഇറ്റ് ഇസ് ക്വൈറ്റ് എ ഹിസ്റ്ററി ഈസ് ബീൻ ക്രിയേറ്റഡ് എന്ന് തന്നെ പറയാം. കാരണം നല്ല രീതിയിൽ ഡിസ്റ്റിങ്ഷൻസ് വന്ന ആൾക്കാരുടെ ഇതൊരു കണക്കില്ല ശരിക്കും. അത്രത്തോളം ഡിസ്റ്റിങ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. And yeah, I'm pretty much happy for everyone, each and everyone. And also, I'm proud that I do hail from such a team. So അവിടെ ആ ഒരു ടീമിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം ടീമിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. യെസ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ബ്രിഡ്ജ് കോഴ്സിൽ കേക്ക് ഒക്കെ മുറിച്ചപ്പോഴേ ഏറ്റവും ആദ്യം ഒരു പീസ് കഴിച്ച ആൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഹായ്, വെൽക്കം. ഒരു മിനിറ്റ്. നല്ല ടൈമിംഗ് ഞാൻ വെൽക്കം എന്ന് പറഞ്ഞതും ആളുടെ ഇത് പോയി. പക്ഷെ ഐ ഹോപ്പ് ഷി വിൽ ബി ബാക്ക് സൂൺ. അനുപം സാറേ, ഇന്നിപ്പോ നമ്മുടെ യെസ്, ഷീ ഈസ് ബാക്ക്. ഹായ്. ഹായ്. പറയൂ. നേരത്തെ കുറെ ട്രൈ ചെയ്തു അല്ലേ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്? കൊറേ ട്രൈ ചെയ്തു. ഞാൻ ചുമ്മാ ജോയിൻ കൊടുത്തത്, എന്താ ഇരിക്കാൻ സംഭവിക്കാന്നറിയാൻ ജോയിൻ കൊടുത്തതാ. നന്നായി എന്തായാലും. അപ്പൊ എന്താണ് പറഞ്ഞോ, എങ്ങനെയുണ്ട് CA ഫണ്ട് റിസൾട്ട് ഒക്കെ വന്നല്ലോ? ഇവിടെ നമ്മള് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചപ്പോ ഭയങ്കര ആഘോഷമായിരുന്നു. എനിക്ക് ആക്ച്വലി നിങ്ങളുടെ ആരുടെയും വീഡിയോ കാണുന്നില്ല, എനിക്ക് എന്നെ തന്നെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ എന്തോ പോലെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല വ്യക്തമായി കാണാം. അടിപൊളിയാണ് സംസാരം. എന്താ പറയാ, ഫാക്കൽറ്റീസിനോട് തന്നെ എനിക്ക് പറയാനുള്ളൂ, അവരില്ലായിരുന്നെങ്കിൽ നമ്മളില്ലല്ലോ. അത് ശരി, അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങള്. എന്തായാലും റിസൾട്ട് അറിഞ്ഞ സമയത്തെ വീട്ടിൽ നിന്നാണ് നോക്കിയത് റിസൾട്ട്? വീട്ടിൽ നിന്നാ നോക്കി. അവിടെ ഇരുന്ന് റിസൾട്ട് ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മള് 3 മണി വരെ ട്രിപ്പിൾ ഇരുന്നു. പിന്നെ വീട്ടിലേക്ക് വന്നു. ഓക്കെ. എന്നിട്ട് നോക്കിയ സമയത്ത് എങ്ങനെ, വീട്ടിൽ എന്താ പറഞ്ഞ? വീട്ടുകാര് ഞെട്ടിയോ അതോ ഇതൊക്കെ സ്വാഭാവികം, മുൻപും ഇതുപോലെ റാങ്ക് ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അവര് ജയിക്കുംന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്കാണ് ഇവിടെ ഏറ്റവും പ്രതീക്ഷ കുറവുണ്ടായിരുന്നത്. ഞാൻ റിസൾട്ട് 7 മണിക്ക് വരുന്നാ പറഞ്ഞിരുന്നേ. ഞാനാണെങ്കി 6:30 തൊട്ടിട്ട് ഇതിങ്ങനെ റിഫ്രഷ് ആക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആദ്യം ഞാൻ റിസൾട്ട് കണ്ടിട്ട് പറയാന്നായിരുന്നു എന്റെ മൈൻഡില്. അപ്പോ റിസൾട്ട് ഇപ്പൊ വരുന്നു. ഞാൻ പോണ അമ്മ ചോദിച്ചു റിസൾട്ട് വന്നോ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോ റിഫ്രഷ് ആക്കിയപ്പോ ആ ഫൗണ്ടേഷൻ ഡിക്ലെയർഡ് കാണിക്കുന്നു. വെറുതെ നോക്കി കഴിഞ്ഞപ്പോ പാസ് എന്നൊക്കെ. അപ്പൊ ഇനി അവർക്ക് വല്ലതും മാറിപ്പോയതാണോ? എന്നിട്ട് റിഫ്രഷ് ഒക്കെ ആക്കി നോക്കി, അപ്പോഴും പാസ്. അപ്പൊ ഞാൻ പോയി പറഞ്ഞു എല്ലാരും ഹാപ്പി. അങ്ങനെ അത് ശരി. റിസൾട്ട് വന്ന സമയത്ത് ലൈക്ക് ഇന്ന് നമ്മളിവിടെ റിവ്യൂ എടുത്തപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഫാക്കൽറ്റീസിന്റെ കാര്യം. അപ്പൊ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഫാക്കൽറ്റീസ് ലൈക്ക് എങ്ങനെയായിരുന്നു അവരുടെ അടുത്ത് നിന്നുള്ള എക്സ്പീരിയൻസ്? എല്ലാ ഫാക്കൽറ്റിയും നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാല്, ഞാനൊക്കെ നല്ല വൻ പൊട്ടത്തരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടേ ഫാക്കൽറ്റി പോവുള്ളൂ. അനുപം സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നോ? അതെ, അനുപം സ്റ്റുഡന്റ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് ആ കുട്ടിയുടെ വീഡിയോ കാണുന്നില്ല. ആൻഡ് ഹോപ്പ് ഷീ ഈസ് മൈ സ്റ്റുഡന്റ്. ആൻഡ് ഇന്നലെ കണ്ട കുറച്ച് ആളുകളുടെ ഒരാളാണ്. കാരണം ട്രിപ്ലയുടെ മുന്നിൽ അപ്പം അതും എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. യെസ്. കാരണം അത് അതിൽ ഞാനൊരു ചെറിയ ഇപ്പൊ എന്തായാലും പറഞ്ഞ കൂട്ടത്തില് അതിന്റെ അകത്ത് പറയുവാണ്. അപ്പം അതില് നമ്മുടെ ലോ പേപ്പർ പലപ്പോഴും കാണുന്നവരോടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ട് പോലെ പറയാണ്. അപ്പൊ ലോ പേപ്പറിൽ പലർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ലോ നമ്മള് മാർക്സിന്റെ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ പലർക്കും ലോ ഒരു ബുദ്ധിമുട്ടുള്ള പേപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ വട്ടം. പക്ഷെ പലർക്കും DCR അത് ക്ലിയർ ആവാൻ സാധിച്ചു. അത് ബൈ ഗോഡ്സ് ഗ്രേസ് അത് അങ്ങനെ സംഭവിച്ചു. പക്ഷെ അതിൽ എനിക്കൊരു ആഡ് ഓൺ പറയാനുള്ളത്, എല്ലാ കുട്ടികളോടും പറയാനുള്ളത് ലോയിൽ നിങ്ങൾ ഉദ്ദേശിച്ച അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അഥവാ നിങ്ങൾക്ക് ഇതുവരെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക്
പേപ്പർ എടുക്കാനുള്ള നിങ്ങൾ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ആൻസർ പേപ്പേഴ്സ് എടുക്കാനുള്ള ഒരു ലൈക്ക് ഒരു സൗകര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിന് ചെറിയൊരു എമൗണ്ട് ആണ്, അതിന് 500 റുപ്പീസോളം അങ്ങനെയാണ് ചാർജ് വരുന്നത്. ഓൾസോ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ വീഡിയോ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇരിപ്പുണ്ട്. ട്രിപ്പിൾ ഐ ഒഫീഷ്യലിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും ആ പേപ്പേഴ്സ് ഒന്ന് എടുക്കുക. സോ നിങ്ങൾ എഴുതിയതിന് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ സഹായിക്കും. ബിക്കോസ് ലോ ആൻഡ് അതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പേഴ്സ് എല്ലാം തിയറി പേപ്പേഴ്സ് ആയിട്ട് ഇന്റർമീഡിയറ്റിൽ വരുന്നതാണ്. സോ നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് മുൻകൂട്ടി തന്നെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം യു ക്യാൻ ജസ്റ്റ് ലൈക്ക് റെക്ടിഫൈ ദോസ് മിസ്റ്റേക്സ് വാട്ട് യു ഹാവ് കമ്മിറ്റഡ് എന്നുള്ളത് ഇവിടെ ഒരു ചെറിയൊരു നോട്ടായിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സോ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു, സർ BCR ഉള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമായി എന്നുള്ളത്. സോ വിച്ച് ഇസ് വെരി പേഴ്സണലി ഐ എം വെരി ഹാപ്പി. പക്ഷെ ഇനി മുന്നോട്ട് വരുമ്പോൾ ദർ ഇസ് നോ BCR എന്ന് പറഞ്ഞൊരു പേപ്പർ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ് ആണ് ഫ്രം ദ സിലബസ്. ആൻഡ് ഓൾസോ ഇനി ITT ഓറിയന്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ചെറിയ ചെറിയ ഫലകങ്ങളായിട്ട് അവിടെയും ഇവിടെയും വരിക എന്നല്ലാതെ ദർ ഇസ് നത്തിങ് ടു ലൈക്ക് വെറി അബൌട്ട് ദിസ് പേപ്പർ. പക്ഷേ ഇനി വരുമ്പോ ലോ എന്ന് പറഞ്ഞ പേപ്പർ കുറച്ചുകൂടി കടുക്കും. കാരണം വെൻ ഇറ്റ് ഇസ് കമ്മിങ് ടു ഇന്റർമീഡിയറ്റ് ആൻഡ് ഓൾ കംപ്ലീറ്റ്ലി നമ്മൾ ലോ അത്രയും എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ അതിന് നിങ്ങളെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനോ എല്ലാം നിങ്ങളുടെ പേപ്പർ, നിങ്ങൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേപ്പർ ആകെ ഒരു ചെറിയ എമൗണ്ട് 500 to 600 റുപ്പീസിന്റെ താഴെ മാത്രമേ അതിന് പേപ്പർ എടുക്കാൻ വേണ്ടി വരുന്നുള്ളൂ. സോ എല്ലാവരും അത് കഴിയുന്നതും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതിയത് എങ്ങനെയാന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. സോ എല്ലാവരും അത് എടുക്കാം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. കാരണം അത് എനിക്ക് ആളെ കാണുന്നില്ല സീരിയസ്ലി, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആളുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഫുൾ സ്ക്രീനിലാണ് അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ലേ? അല്ല, എനിക്ക് ഷയാസ് ബ്രോനെയും അതുപോലെ അഖില മാമിനെ എനിക്ക് കാണാം, പക്ഷെ ഫോർത്ത് വണ്ണിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ്. പേരൊന്ന് കമന്റ് ചെയ്തേ, പേരൊന്ന് കമന്റ് ചെയ്യൂ. ഓ, ശ്രീലക്ഷ്മി സുധീർ, റൈറ്റ്. ശ്രീലക്ഷ്മി സുധീർ എന്നെ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചാൽ ഞാൻ ഓർത്ത് വെച്ചു. യെസ്, എനിക്ക് ഓർത്ത് വെച്ച ഒരാളാണ്. യെസ്, ആളെ എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീലക്ഷ്മി, താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. ഓക്കെ, പിന്നെ പ്രൈസ് ആണ് വേണ്ടതെങ്കിൽ ഷെറിൻ സാർ കേട്ടോ, ഞാൻ അതുമായിട്ട് ബന്ധമില്ല. ഷെറിൻ സാറോട് പറഞ്ഞാൽ സാർ പ്രൈസ് അവിടെ വന്നവർക്കൊക്കെ പ്രൈസ് തരുന്ന പറഞ്ഞിട്ടുള്ളത് ഷെറിൻ സാർ. നാളെ ഷെറിൻ സാർ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. ലക്ഷ്മിനെ വിടരുത്. ഈ പേരൊന്നും കിട്ടാത്ത കാരണം ഞങ്ങൾ ഈ ഹിസ്റ്ററി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ മാർക്സും കാര്യങ്ങളും കൂടുന്നുണ്ട് തപ്പിയെടുക്കാൻ വേണ്ടി. ആക്ച്വലി അടിപൊളി മാർക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും 50+ അക്കൗണ്ട്സിലൊക്കെ ആണെങ്കിൽ 61. ലാസ്റ്റ് നമ്മളുടെ ഈ ഇക്കണോമിക്സ് പേപ്പറൊക്കെ ആണെങ്കിൽ 62. അടിപൊളി മാർക്സ് ആണ് സ്കോർ ചെയ്തത്. ബ്രാഞ്ച് എങ്ങനെയാ വരുന്നത്? ഏത് ബ്രാഞ്ചിലായിരുന്നു? ഞാൻ കൊച്ചിയാണ്. ഒരുപാട് പേർക്കുള്ള പേരായതുകൊണ്ടാണ് നമുക്ക് ഒന്നും കൂടി സെർച്ച് ചെയ്യാം. 244 അല്ലേ ചേട്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇച്ചിരി കുറഞ്ഞു പോയി, അതാണ് ശ്രീലക്ഷ്മി പറയണായത്. ശ്രീലക്ഷ്മി എനിക്ക് എന്റെ മാർക്ക് ഇങ്ങനല്ല. ശ്രീലക്ഷ്മി ഞാനല്ലേ. ആക്ച്വലി ശ്രീലക്ഷ്മിക്ക് ഒന്നിനും 55 താഴോട്ട് പോയിട്ടില്ല. ഒരു 54, 66 ഒക്കെയാണ് അക്കൗണ്ട്സിനും മാത്സിനും ഒക്കെ. പിന്നെ ശ്രീലക്ഷ്മി സമ്മതിക്കുവോ ഞാൻ ഇത്രയും കുറച്ച് പറഞ്ഞു കഴിഞ്ഞാ? അടിപൊളി. So, Srilakshmi, thank you very much for being here. ഇന്റർനെറ്റ് നമുക്ക് പൂർവാധിശക്തിയോട് തിരിച്ചു വരാം. ഓക്കെ, സെറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. ഓക്കെ, സോ അനുപം സാർ, എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ലൈവ് ആദ്യം പോയ സമയത്തെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് വളരെ ക്യൂരിയസ് ആയിട്ട് വന്നിരുന്നു. ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അയാളെ ആഡ് ചെയ്യാണ്. ആൻഡ് ഓൾസോ ഞാൻ ഷെറിൻ സാറിന് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഷെറിൻ സാർ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബി ഹിയർ. അപ്പൊ നമുക്ക് നേരത്തെ മിസ് ചെയ്ത KPMXX, ഇനി എനിക്ക് ആ പേര് പറയാൻ പറ്റും, എനിക്ക് ആ ഒറിജിനൽ നെയിം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഘട്ടത്തിലാണ് ഞാൻ. അനുപം സാർ, താങ്ക് യു വെരി മച്ച്. സാറ് ഉണ്ടാവില്ലേ? ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കാം. ഓ, റൈറ്റ്. ശരി. താങ്ക് യു. ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഇതിനർത്ഥം ഏതോ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് CA ഇന്റർവ്യൂവിൽ. ഞാൻ അനൗൺസ് ചെയ്യണം ആരാണെന്ന് എനിക്കറിയില്ല. സോ അവസാനത്തെ അപ്ഡേറ്റ് 6:10 വന്നിട്ടുണ്ട്. 6:10 വി ഹാവ് ഗോട്ട് സമ്മൺ ഫ്രം പത്തനംതിട്ട.
ആഗ്നസ് ഷാജൻ കൊച്ചിയിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആഗ്നസ് വെൽക്കം ടു ട്രിപ്ലൈ PA ഇന്റർ. ഓക്കെ, ലൈവ് തീരുന്നതിന് മുമ്പ് 300 എത്തിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ. എത്തിച്ചിട്ടേ പോകണമെന്നുള്ള തീരുമാനത്തിലാണ്. ഇത് ആയിട്ടൊന്നും ഇവിടെ നിർത്തുന്നുള്ളൂ ലൈവ്. ഹായ്, ഗുഡ് ഈവനിങ്. അല്ല, ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇനി ആ സ്വന്തം പേരൊന്ന് പറയോ ആദ്യം, അതാണ് നമുക്ക് വേണ്ടത്. കൃഷ്ണപ്രിയ മനോജ്. കൃഷ്ണപ്രിയ മനോജിലെ KPM എനിക്ക് മനസ്സിലായി. എക്സ് എന്താണ് പറയുന്നത് സാർ? അത് ഇൻസ്റ്റ KPM മാത്രമായിട്ട് സമ്മതിച്ചില്ല ഇപ്പൊ. അപ്പൊ 2 X ഇരിക്കട്ടെ വെച്ചു അല്ലേ? പൊളി പൊളി. സോ എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, എന്താണ് ഇപ്പത്തെ ഒരു അവസ്ഥ? അത് മനു സാറാണ് ട്രിപ്പിൾ അച്ഛന്റെ കസിനാണ് മനു സാറ്. അപ്പൊ മനു സാറ് വഴിയാണ് ട്രിപ്പിൾ ഐ അറിഞ്ഞതും അതിലോട്ട് വന്നത്. ഞാൻ ഓൺലൈൻ ആയിരുന്നു എടുത്ത്. ഞങ്ങളിപ്പോ മസ്കറ്റിലാണ്. ഇവിടെ എക്സാം എഴുതിയത് ഇവിടെ തന്നെയാണ്. റിസൾട്ട് എപ്പോഴാ കണ്ടത്? റിസൾട്ട് അപ്പൊ തന്നെ വന്നപ്പോ തന്നെ ഞങ്ങള് രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ സമയത്ത് ഒറ്റക്കാണോ നോക്കിയത്? കൂട്ടാതെ അമ്മ അടുത്തുണ്ടായിരുന്നു, അച്ഛൻ വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു, എല്ലാരും. വൻ സംഭവമായിരുന്നു അല്ലേ? അത് റിസൾട്ട് വന്ന ആദ്യം ഞാൻ വിളിച്ച് മനസ്സ് പറഞ്ഞു. അത് ശരി. ഓക്കെ, എന്നിട്ട് ചിലപ്പോഴാ ട്രിപ്പിൾ ഐയിൽ വരണം, ക്യാമ്പസ് കാണണം. കൊറിയർ അയച്ചു തന്നാ മതി, ഒരു കുഴപ്പമില്ല. മസ്കറ്റ് എന്നൊക്കെ സുഖമായിട്ട് എത്തും. ഇന്ന് അയച്ച നാളെ എത്തൂടെ? ഇങ്ങോട്ടും കൂടെ വരാം. അതെ, കോട്ടയത്തേക്ക് ഒന്ന് അത്രേ ഉള്ളൂ. സാറിന്റെ ലൈവില് മിക്സഡ് ഇമോഷൻസ് 2 തവണ ഇട്ട ഞാനാ. അപ്പൊ സാറ് ചോദിക്കുന്നുണ്ടായിരുന്നു മിക്സഡ് ഇമോഷനോ അതെന്താന്ന്. ഇന്നലെയും ചോദിക്കുന്നുണ്ടായിരുന്നു. റിസൾട്ട് പാസ് ആകുമ്പോ നമ്മള് ഹാപ്പി ആവും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് രാവിലെ തൊട്ട് ഇതെപ്പോ വരും അതാണ് മിക്സഡ് ഇമോഷൻ. വീട്ടിൽ അമ്മ അച്ഛൻ ആരെങ്കിലും അവിടെ ഉണ്ടോ? മീൻസ് പരിസരത്ത് തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പുറത്ത് ഒരു കാര്യം ചെയ്ത് നേരെ അങ്ങോട്ട് പോയി ഞങ്ങൾക്ക് അവരൊന്ന് കാണാനുണ്ട്. പേരന്റ്സ് എടുത്ത് പോയിട്ട് ഹായ് പറയുന്നത് നോക്കട്ടെ. ഈ ഓൺലൈനിന്റെ വലിയൊരു പ്രയോജനം എന്താണ്? നമുക്ക് നേരെ കുട്ടികളുടെ വീട്ടിലോട്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോ കുട്ടികൾക്ക് അവർക്ക് അഭിപ്രായമൊക്കെ ഉണ്ടാവും. അവർ പറയും ഞങ്ങൾ ഭയങ്കര പഠിച്ചു, ഭയങ്കര പ്രിപ്പയർ ചെയ്ത് ഭയങ്കര അടിപൊളിയാണെന്നുള്ളത്. കൃഷ്ണപ്രിയ ശരിക്കുള്ള അഭിപ്രായം എന്താണെന്ന് ഞങ്ങൾ വീട്ടുകാരെ ചോദിക്കാം. അങ്ങോട്ട് പോകണം. അച്ഛന്റെ അമ്മയുണ്ട്, ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാരും ആ ബാക്ക് ക്യാമറ ഓൺ ചെയ്യുക. ബാക്ക് ക്യാമറ, റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്താൽ മതി. യെസ്, ഹായ്, കൃഷ്ണപ്രിയയുടെ അമ്മയാണത്. എനിക്ക് തോന്നുന്നത് വീട്ടുകാര് മസ്കറ്റിലെ ഈ പറയുന്ന മലയാളി ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ ഫൗണ്ടേഷൻ പാസ് ആയെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കോർപ്പറേഷൻ മൊത്തം അവിടെ എത്തിയിട്ടുണ്ട്. കൃഷ്ണപ്രിയയുടെ സപ്പോർട്ടേഴ്സ് ആണ് അമ്മച്ചോട് തൃശ്ശൂര്, ഇവരെല്ലാരും. അതെ, അപ്പം ഞങ്ങളെല്ലാരും ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞ ട്രിപ്പിൾ ഐയോട് മാത്രമാണ്. കിച്ചു ഒരു ഭയങ്കര ഹെവി ആയിട്ട് ഹാർഡ് വർക്കിംഗ് സ്റ്റുഡന്റ് ഒന്നും അല്ല. അവള് വർക്ക് ചെയ്യുന്നു. ബാക്കി ട്രിപ്പിൾ ഐയുടെയാണ്. ഹാർഡിന്റെ സെക്ഷൻ മൊത്തം ട്രിപ്പിൾ ഐക്ക് തന്നേക്കാണ്. ഫുൾ കോർഡിനേറ്റേഴ്സ് അഞ്ജലി, സുമ മാം, മിയ മാം. ഞങ്ങൾ പേരൻസിനെ ഇങ്ങനെ ലൈവ് നിർത്തിയേക്കുമായിരുന്നു. അവരും എല്ലാ അപ്ഡേറ്റ്സ് തന്നുകൊണ്ട്. പിന്നെ അവൾക്ക് ബികോമിന് പോകണമെന്ന് വല്ലാതെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ST കോളേജിൽ ഞങ്ങളുടെ കസിൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ചേട്ടൻ്റെ. പക്ഷെ അതിൽ നിന്ന് മനുവാണ് ശരിക്കും അവളെ CA-ലോട്ട് തന്നെ ഗൈഡ് ചെയ്തത്. അവളുടെ കുറച്ച് തീരുമാനമായിരുന്നു. പിന്നെ കിട്ടിയ ഫുൾ മാർക്കിന്റെ ക്രെഡിറ്റ് ട്രിപ്പിൾ ഐക്കും. അവൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്തതിന് കുറച്ചുകൂടെ കിട്ടാനും. പക്ഷെ കുഴപ്പമില്ല, കുറെ ഓൺലൈനിലായതുകൊണ്ട് അവളുടെ കുറച്ച് ഒരു പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് അവൾ ഓൺലൈനിൽ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ചില സമയങ്ങളൊക്കെ അവൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഒരു ഓൺലൈനിൽ തന്നെ ഞങ്ങൾക്കൊരു മോളാണ്. അവൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് അവൾ വീണ്ടും ഓൺലൈനിൽ ഓപ്റ്റ് ചെയ്തത്. പിന്നെ അവിടുത്തെ ആദർശ് സാർ ഉൾപ്പെടെ എല്ലാ സാറുമാരെ എനിക്ക് അറിയാം നന്നായിട്ട്. കാരണം ഇവിടെ ക്ലാസ് കേൾക്കുമ്പോഴേക്കും നമ്മൾ ചിലപ്പം ഹോളിലും കിച്ചണിലും ഒക്കെ ആയിട്ട്. അപ്പം ഫുൾ ട്രിപ്പിൾ ഐ ഫാമിലി എനിക്ക് നേരിട്ട് അറിയാം, കുട്ടികളെ അറിയാം, സാറുമാരെ അറിയാം. ഞങ്ങൾ എല്ലാവരുടെ കാണാൻ വരുന്നുണ്ട് ഒരുമിച്ച്. അപ്പം ഫുൾ ട്രിപ്പിൾ ഐ ഫാമിലിക്ക് ഫുൾ ഡെഡിക്കേഷന്. പിന്നെ ഈ 3-4 ബ്രിഡ്ജ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ, കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. ഞങ്ങൾ പേരൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒന്ന് താങ്ക്സ് പറയണം ടീമിനോട്. കാരണം കിട്ടാത്ത കുട്ടി ഇവക്കാണെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കിട്ടിയില്ലെങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യണം, അത് ഫെയിലിയർ ഒന്നും അല്ല. പക്ഷെ ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാം കഴിയുന്നു, ട്രിപ്പിൾ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് പോകുന്നു, പിന്നെ വീണ്ടും ഇന്റർന്ന് പോകുന്നത് മാത്രമല്ല സത്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ പേരൻസിനെ ഉൾപ്പെടെ നിങ്ങളുടെ ടീം ഫുൾ ലൈവായിട്ട് നിർത്തി.
ഞങ്ങൾ കൃഷ്ണപ്രിയ അമ്മയുടെ മസ്കറ്റിലെ പേരെന്താണ്? ട്രിപ്ലൈ ശരിക്കും ഫേമസ് ആണ്. ഞങ്ങൾ മസ്കറ്റിൽ എല്ലാവരും ട്രിപ്ലൈയെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് സരസ്വതി. ഓക്കെ. ചേട്ടൻ മനോജ്. ചേട്ടൻ CA ഫൈനലില് ഒരു പാർട്ട് മാത്രം പോയിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല. അവർ അച്ഛനും മോളുടെ ഫൈനൽ എഴുതും. അത് അപ്പൊ ട്രിപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോ ട്രിപ്പിൾ ട്രിപ്ലൈ ജോയിൻ ചെയ്തുകൊണ്ട് അച്ഛനും മോളും എഴുതട്ടെ ഫൈനൽ. അപ്പൊ ഒരുപാട് സന്തോഷം. ഫുൾ ടീമിനോട് അറിയിച്ചേക്കെ. എനിക്കിപ്പോ ആരൊക്കെ ലൈവ് കാണുന്ന അറിയത്തില്ല. ആദർ സാറ് പിന്നെ വിഷ്ണു സാറിന്റെ കൂടെ ഇരുന്ന് എല്ലാവരും ഞാനും കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫുൾ ഞാൻ പറയാൻ പറ്റേ ഐ തിങ്ക് അമ്മയ്ക്ക് ഇനിയിപ്പം ഫൗണ്ടേഷൻ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. മോളുടെ കൂടെ എല്ലാ ക്ലാസ്സും കണ്ടിട്ടുണ്ട്. ഫുൾ ടീമിനോട് പ്രത്യേകം താങ്ക്സ് അറിയിച്ചേക്കും. ഫുൾ എല്ലാവരോടും. താങ്ക് യു സോ ഞങ്ങളുടെ മച്ച്. പറയൂ സാറേ. ശരി എന്നാൽ രീതിയിൽ നമ്മുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനും ഇവരൊക്കെ കാണുന്നുണ്ടാവും. കാരണം ഞാനത് പറയാൻ കരുതിയിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ആശുദ്ധർ പറയുന്നത്. ഒന്ന്, ശരിക്കും നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഇപ്പൊ ഒമാനില് സിനിമാ നടന്മാരുടെ ആവശ്യമില്ല. സരസ്വതി അമ്മയും മനോജേട്ടനാണ് നമ്മളുടെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, ഓഫീഷ്യലി നിങ്ങളെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. രണ്ട്, എനിക്കത് കൃഷ്ണപ്രിയന്റെ അമ്മ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ഈ സ്റ്റേജിന്റെ മുമ്പിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഏത് ഇവന്റ് ആണെങ്കിലും കൂടെ നമ്മൾ അവരെ ഫ്രണ്ട് ഫേസിൽ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കുള്ള അഭിനന്ദനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണപ്രിയയുടെ അമ്മ പറഞ്ഞത് ഒരു വലിയൊരു പോയിന്റ് ആണ്. മെന്റേഴ്സിന്റെ റോള് ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതിന്റെ ഒരു തെളിവാണ് ആ 3 മെന്റേഴ്സിന്റെ പേരെടുത്ത് പറഞ്ഞതാണ് അഞ്ജലി, നിയ ആൻഡ് സുമ ചേച്ചി. ഓക്കെ, അപ്പോ അവർക്കുള്ള എല്ലാ മെന്റേഴ്സിനും ട്രിപ്പിൾ എല്ലാ മെന്റേഴ്സിനുള്ള വലിയൊരു കൈയടി ഫ്രം കൃഷ്ണപ്രിയാസ് ഫാമിലി ഒമാൻ പ്ലസ് നമ്മുടെ കോഴിക്കോട് കൊച്ചി എല്ലാ ട്രിവാൻഡ്രത്തിലെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും നമ്മൾ നിങ്ങൾക്ക് പേഴ്സണലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്റർ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് ഇതാണ്. നമ്മുടെ മാത്രം എഫേർട്ട് അല്ല, അല്ലെങ്കിൽ അധ്യാപകരുടെയോ അക്കാഡമിക്സിന്റെ മാത്രമല്ല, വലിയൊരു മെന്റർ, ഒരു ഇൻഡിവിജ്വൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ സാറേ കൊച്ചിയിലൊക്കെ ക്ലാസ്സിന് വരുന്ന സമയത്ത്, നമ്മൾ രാവിലെ വർക്കിന് വരുന്ന സമയത്ത് ഈ മെന്റേഴ്സ് വിളിക്കുന്നുണ്ടാവും ആൾക്കാരെ, എന്താണെന്ന് വരാത്ത. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇവര് വിളിക്കുന്നത് എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും കാര്യം, ഇവര് വേറെ ഒന്നുമില്ല, ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കുകയാണ് എവിടെയാണ്, എന്താണ് പരിപാടി, നാളെ വലിയ ഇന്നത്തെ ക്ലാസ് ഇന്ന് ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ ഓൺലൈൻ അറ്റൻഡ് ചെയ്ത് വരുന്ന ആൾക്കാർ പറഞ്ഞ് അവരെ വിളിപ്പിക്കാറുണ്ട്. സോ അവരുടെ വലിയ എഫേർട്ട് ഉണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ എവരിബഡി. ഓക്കെ, സോ താങ്ക് യു കൃഷ്ണപ്രിയ. ഇനി എപ്പോഴാണ് ഒമാനിൽ വരുന്നുള്ളത് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃഷ്ണപ്രിയക്ക് അവിടെ നിന്ന് ചോദിച്ചത് വലിയ കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ കൃഷ്ണയുടെ അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിന്റെ ഡെഡിക്കേഷന്റെ ഫലമാണ് കൃഷ്ണപ്രിയക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയത്. സോ ഇറ്റ് ഈസ് പ്യോർലി യുവർ എഫേർട്ട് ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ആർ സൈഡ്. വെൽ ഡൺ. കൃഷ്ണപ്രിയക്കുള്ള കൈയടി നിങ്ങൾ എല്ലാവരെയും ഒന്ന് കമന്റ് ബോക്സിൽ കൊടുക്കോ. വെറുതെ എന്തെങ്കിലും വന്നിട്ട് ചുമ്മാ അടിച്ചു പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഏറ്റവും നല്ല കമന്റ് ചെയ്യുന്ന ആളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റോറി ഇടും. ബ്രോ തീർച്ചയായിട്ടും. ഓക്കെ, ഏറ്റവും നല്ല കമന്റ്. ഇന്ന് നമുക്ക് സെലിബ്രേഷൻ ആണല്ലോ, ഗിഫ്റ്റ് ആവാം, മറ്റേ ക്യാഷ് പ്രൈസ് ആവാം, അല്ലെ? എന്താ അതായത് ഓൺലൈൻ അല്ലേ, നമ്മൾ ഗൂഗിൾ പേയിൽ ഒരു അയച്ചു തരും. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ അടുത്ത് ഞാൻ സംഭവം അനൗൺസ് ചെയ്യണേ. ഓക്കെ, വിത്ത് എവരിബഡീസ് പെർമിഷൻ. ഓക്കെ, ആശിഷ് സാർ കൃഷ്ണപ്രിയക്ക് സമ്മാനം എങ്ങനെ കിട്ടുന്നതായിരിക്കും, പക്ഷെ ഒരു പേടിയും പേടിക്കണ്ട. UPI ID അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തരിക. ഇവിടെ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ, മണി ട്രാൻസ്ഫർ ആണ്. ഷെറിൻ സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു. ഗൂഗിൾ പേയിൽ അടുത്ത ആൾക്ക് കിട്ടാൻ പോകുന്നത് 50 രൂപ ക്യാഷ് പ്രൈസ് ആണ്. 50 റുപ്പീസ് ക്യാഷ് പ്രൈസ് വേറെ ആർക്കുമല്ല. അടുത്ത 5 മിനിറ്റിൽ. ഓക്കെ, അതെ ഷെറിൻ സാർ നാളെ വരുമ്പോൾ കൊണ്ടുവരുന്നത് വിനീത പറയുന്നുണ്ട്. താങ്ക് യു വിനീത. അതെ, ക്യാഷ് പ്രൈസ് 50 രൂപ തരാൻ പോണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിന്റെ ആദ്യത്തെ വരി ടൈപ്പ് ചെയ്തതിനാൽ ആദ്യത്തെ 5 പേരും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 50 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ. വേഗമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അനിരുദ്ധിന്റെ കമന്റ്, ഏത് തരം കുട്ടികൾക്കും PA പാസ്സാക്കി കൊടുക്കുന്നു, ഗോൾഡ് ട്രിപ്പിൾ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോഴേ കൃഷ്ണപ്രിയ താങ്ക് യു, ബൈ ബൈ. നമുക്ക് അടുത്ത സ്റ്റുഡന്റ് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടാറ്റ. ഓൾറൈറ്റ്, അപ്പോ അതെ പാട്ടിന്റെ ആദ്യം വരി കൺഗ്രാറ്റ്സ് എന്നൊക്കെ ഉണ്ട് വൈശാഖ് ബ്രോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാട്ടിന്റെ ആദ്യത്തെ വരി ആരെങ്കിലും ടൈപ്പ് ചെയ്ത് കിട്ടാൻ പോകുന്ന 50 രൂപ ഗൂഗിൾ പേ ആണ്. ആർക്കാണ് കിട്ടാൻ പോകുന്ന എനിക്കറിയില്ല. ഷേസ് ബ്രോ അടുത്ത സ്റ്റുഡന്റിനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തോളൂ. അതിന് മുമ്പ് ഞാൻ ക്യാഷ് പ്രൈസുമായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അതിന് മുമ്പ് ആശിഷ് സാറെ
അടുത്ത അഡ്മിഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള പണികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അഖില മാം ഒന്നുമില്ല. മലപ്പുറത്ത് നിന്നും മെഹർ മുനീർ CA ഇന്റർനെറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൃഷ്ണപ്രിയയുടെ ഇൻസ്പിറേഷൻ കാരണം ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 6:28 കൃഷ്ണപ്രിയ കഥകൾ കേട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സക്സസ് എന്തായാലും ആവർത്തിക്കുന്നു ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മെഹർ മുനീർ. കൺഗ്രാചുലേഷൻ മെഹർ, വെൽക്കം ടു ഓൺലൈൻ. ഇതിനിടയിൽ താഴെ പാട്ടുന്നുണ്ട്, ആലായാൽ തറ വേണം, കടുവായെ കിടുവ പിടിക്കുന്ന അമ്പമ്പോ. ഒരു രക്ഷയില്ലാട്ടോ. ഏറ്റവും ഈ 50 രൂപ ഈ പാട്ട് കമന്റ് ചെയ്തിട്ട് അവര് ലൈവില് വന്നു കഴിഞ്ഞാൽ 100 സാധ്യത ഉണ്ടാവും. നമ്മൾ 25 കൊടുക്കും, 75 കൊടുക്കാം. ലൈവിൽ വന്നാ മതിയോ? പാടണം. അല്ല വന്നിട്ട് പാടിക്കന്നെ 100 കൊടുക്കും, ഒരു സംശയം വേണ്ട. വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് അതെ അതായത് അടുത്ത ദേക്കോ ദേക്കോ KC ബാത്തിൻ നല്ല അടിപൊളി പാട്ടാണ്. അപ്പൊ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത്, ക്ഷമിക്കണം. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ജോയിൻ ചെയ്താൽ ക്യാഷ് AKA ഫാൽക്കൺ. അത് ആ പരിയുടെ മൊത്തം പറയട്ടെ. എനിക്കത് വയലാറാണോ അതോ ONV ആണോ എനിക്ക് അറിയില്ല. നല്ല സൂപ്പർ പാട്ടാണ്. കടുവയെ കിടുവ പിടിക്കുന്ന അമ്പമ്പോ മരിയൊന്നിന് ചായം പൂശും നീ ഹൈ. അത് ഷെയർ സാറിന് പറഞ്ഞാണ്, അത് തന്നെയാണ്, കുഴപ്പമില്ല. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കടുവയെ കിടുവ പിടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം തന്നെയല്ലേ, എനിക്കൊന്ന് ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞതുണ്ട്. ഡിഗ്രി പോവാനായിട്ട് കൃഷ്ണപ്രിയ ഇരുന്നായിരുന്നു ആശി സാറേ, പക്ഷെ മനു സാറിന്റെ ഒരു റീഡയറക്ഷൻ വന്ന സമയത്താണ് മാറിയെന്നുള്ളത്. അപ്പൊ കുറെ പേര് ഡിഗ്രി ചെയ്യണോ കംപ്ലീറ്റ് ചെയ്യണോ, നമ്മൾ +1 +2 പഠിക്കുന്ന ചിലപ്പോൾ കുട്ടികളുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ പറയാനുള്ള പോയിന്റ് ഇതാണ്, നമ്മൾക്ക് ശരിക്കും 10th കഴിഞ്ഞ ശേഷം തന്നെ CA ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത് പഠിച്ചു തുടങ്ങാം. +2 ശേഷമായിരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്വാളിഫിക്കേഷൻ എടുക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ +1 +2 പ്രോഗ്രാം ഉണ്ട്, AAAയുടെ മാത്രം എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ആണ്. നിങ്ങൾ +1 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ജോയിൻ ചെയ്യാൻ പറയാം. +1 ആൻഡ് +2 തന്നെ അഖില മാമിന്റെയും ആർഷി സാറിന്റെ നേതൃത്വത്തിൽ ടീമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ പഠിച്ചു തുടങ്ങാം സുഹൃത്തുക്കളെ. ഓക്കെ, ഈ അവസരം മിസ്സാക്കരുത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഫാൽക്കൺ ചേർന്നിട്ടുണ്ട്. ആനന്ദ് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ആനന്ദ് പ്ലീസ് ബി ദർ. ഇതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ റിക്വസ്റ്റ് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. ഫാൽക്കൺ എനിക്ക് കാണുന്നില്ല, പക്ഷെ ഫാൽക്കൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ പറയാം. ഫാൽക്കൺ എവിടെ നിന്നാണ് ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? പറഞ്ഞോ. ഫാൽക്കൺ അത് പറഞ്ഞപ്പോ ചെറിയ ആനന്ദിന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആനന്ദിന് ഐ തിങ്ക് ആനന്ദ് നേരത്തെയും വന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂ കാരണം മാത്രം പോയതാണ്. ആനന്ദ് വിൽ ബി ഹിയർ സൂൺ. ഓക്കെ, യെസ്, ഐ തിങ്ക് ആനന്ദ് ഇതാ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അതെ. പിന്നെ ഈ ലൈവ് ജോയിൻ സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പൊ മൊത്തം വരിക നമ്മളത് വെറും നമ്മുടെ വിജയാഘോഷം മാത്രമല്ല, അത് സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ക്യാഷ് പ്രൈസ് ഉണ്ട്, സമ്മാനങ്ങളുണ്ട്, വീട്ടിലേക്ക് പാഴ്സൽ വരും, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നറിയോ. നടക്കണമെങ്കിൽ പെട്ടെന്ന് എല്ലാവരും വിളിച്ചോണ്ടില്ല. നമ്മള് നാളെ ഇന്നിപ്പോ ചെറിയൊരു കേക്ക് മുറി ഉണ്ടായിരുന്നത്. നാളെ പടക്കം പൊട്ടിക്കണ്ടേ? 200+ എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും പടക്കം പൊട്ടിച്ചേ പറ്റൂന്നുള്ളതാണ്. അപ്പൊ നാളെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ എവിടെ? കൊച്ചി ക്യാമ്പസിനാണോ? കൊച്ചിയിൽ എന്തിനു പൊട്ടിക്കും? കോട്ടയത്ത് എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. ആശിഷ് സാറേ, നിങ്ങളൊന്ന് കേക്ക് മുറിച്ച് കോട്ടയത്ത് ആശിഷ് സാറിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ആനന്ദ് ട്രൈ ചെയ്ത് എനിക്ക് തോന്നുന്നു ആനന്ദും അഗെയിൻ ലീവ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, മീൻവൈൽ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആൾക്കാരെ. സാറേ, ഓക്കെ, എനിക്ക് ചെറിയൊരു കാര്യം പറയണ്ടായിരുന്നു ആശി സാറേ. എനിക്കൊന്ന് അഖില മാമിന് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് പലപ്പോഴും ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ബ്രിഡ്ജ് ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഈ പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് അവർക്ക് വർക്ക് ആവുന്നത്. വേറെ ഒന്നുമല്ല, പ്രോബബ്ലി നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് ഒരു കടമ്പ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വേറെയും ഓപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതിന് AAAക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ഡിഗ്രി വേണോ എന്നൊരു കൺഫ്യൂഷൻ, അതായത് അവർക്കൊരു എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് ഒരു സെക്യൂർ ലൈഫിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കാം നമുക്ക് പാരലൽ ഒരു ഡിഗ്രി ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി വിത്ത് 9 പേപ്പർ ACSC എക്സംഷൻ ഉള്ള നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലോട്ടുള്ള എൻക്വയറി വേണമെങ്കിൽ അവർക്ക് എടുക്കാം എന്നുള്ളതാണ്. അതായത് ആഷി സാറേ, അങ്ങനെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഗുണം അതാണ്. ഫോർ എക്സാമ്പിൾ, മേ ബി അവർക്ക് CA ഫൗണ്ടേഷൻ പാരലി ചെയ്യുന്നു, ഒപ്പം തന്നെ അവർക്ക് BCom വിത്ത് ACC എന്നുള്ള 9 പേപ്പർ എക്സംഷൻ എന്നുള്ള BCom അവർ ചെയ്യുന്നു. രണ്ടും കഴിയുന്ന സമയത്ത് മേ ബി ഒരു
രണ്ട് തരത്തിൽ ഒരുമിച്ച് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും വലിയൊരു ബെനിഫിറ്റ് അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം? വെറുതെ ഒരു ഡിഗ്രി ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണോ? വാട്ട് ഡു യു തിങ്ക്? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഒരു ഡിഗ്രി ചെയ്യുന്നു, അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്ത ആൾക്കാരാണ്. ഡിഗ്രി ഉണ്ട്, CA ചെയ്തപ്പോ തന്നെ അതിന്റെ കൂടെ മറ്റൊരു ഡിഗ്രിയും കൂടെ ചെയ്ത ആളുകളാണ്. ഒരുപാട് പേര് നമ്മുടെ കൂടെ വന്ന ആളുകള് ഇടയ്ക്ക് CA സ്റ്റെക്ക് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർ ആ ഡിഗ്രി വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ 9 പേപ്പർ എക്സംഷൻ എന്ന് പറയുമ്പോൾ CA കഴിഞ്ഞിട്ട് ACC എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 പേപ്പർ എഴുതണ്ട. CA കഴിഞ്ഞ് ACC എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ IFRS, ദെൻ പുറത്തുപോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇന്റർനാഷണൽ തിങ്സ് ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് തന്നെ ആളുകൾക്ക് ACCA എന്നുള്ള ഒരു കോഴ്സ് കൂടെ ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ ഒരു ജോലി സാധ്യത കൊണ്ട് തന്നെയാണ്. അപ്പൊ സാധാ ഒരു ഡിഗ്രി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഡിഗ്രി ചെയ്യുന്നത് കൊണ്ട് വേറെ അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും പ്രൊഫഷണലി ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുകയാണെങ്കിൽ നമുക്ക് എന്തില്ല, CA കിട്ടില്ല അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് ആ ഒരു ഡിഗ്രി കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ ഈ ഒരു പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡിഗ്രി എടുക്കണം. അപ്പൊ ഇത്തരം അലൈൻഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ACCA കൂടെ, അത് CA ഉണ്ടെങ്കിലും CA + ACC എന്നുള്ളതാകാം. അല്ല ഇൻ കേസ് നമുക്ക്, കാരണം ഇവിടെ ഗ്രൂപ്പ് വൈസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാല്, ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് പഠിക്കുക എന്നുള്ളതിന്റെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ചില കുട്ടികളൊക്കെ ചില പേപ്പർ കൊണ്ട് മാത്രം ഗ്രൂപ്പ് കിട്ടാതെയും ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടിലോട്ടൊക്കെ പോവാറുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പേപ്പർ വൈസ് എന്നുള്ള ആ ഒരു ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. 4 പേപ്പർ നമുക്ക് ഓരോ പേപ്പർ വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ അത്തരം സ്കീമുകളെ കുറിച്ച് അറിഞ്ഞിട്ട് അതും കൂടെ അനലൈസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുക, ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പോ കേട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഓക്കെ എന്നാ പിന്നെ വെറുതെ ഒരു ഡിഗ്രി ചെയ്യുന്നതിനായിട്ട് നല്ലത് ഇങ്ങനത്തെ ഒരു ഡിഗ്രി എക്സ്പ്ലോർ ചെയ്യുന്നതിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ബ്രിഡ്ജ് ക്ലാസ്സിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാന്നുള്ളത്. സോ പ്ലീസ് കോൺടാക്ട് ട്രിപ്ലൈ. ആൻഡ് ട്രിപ്ലൈ വിളിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് തരും. ആൻഡ് അതിൽ വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 9 പേപ്പർ ACCA കഴിയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബിഗ് 4 കമ്പനീസിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു ക്യാഷ് പ്രൈസ് വരാൻ പോകുന്ന ഷെയർ സാറേ 50 rupees ഇതാണ്. ബിഗ് 4 കമ്പനീസിന്റെ പേരുകൾ ചാറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കമന്റ് ഇടുന്ന ആദ്യത്തെ ആൾക്ക് മാത്രം 50 rupees ക്യാഷ് പ്രൈസ് ഗൂഗിൾ പേയിൽ വരുന്നതായിരിക്കും. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ ഗൈസ്, പെട്ടെന്നായിക്കോട്ടെ. ബിഗ് 4 അല്ലേ? നമുക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം, പക്ഷെ പ്രൈസ് കിട്ടില്ല. പിന്നെ വേണ്ട. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അടുത്ത പേരന്റുമായിട്ട് കുറച്ച് കുട്ടികൾ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും വൈകുന്നേരം എനിക്ക് ട്രോള് വരും. ഓക്കെ, നാപ്ടോൾ എന്നൊക്കെ വട്ട, പക്ഷേ കുഴപ്പമില്ല, ഞാൻ പിന്മാറാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അടുത്ത അഡ്മിഷൻ വന്നിട്ടുണ്ട് 6:31. സോ കൺഗ്രാറ്റുലേഷൻസ്, വെൽക്കം ടു അനദർ പേഴ്സൺ ടു ACCA ഇന്റർ ഫാമിലി. അതായത് ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പല കുട്ടികളും സാറേ AAA കൊച്ചിയിൽ ഓഫീസിൽ വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി അറിയുന്ന വേദന ഹോസ്റ്റൽ കിട്ടുമോ. അതായത് നമ്മുടെ ഹോസ്റ്റൽ ഫില്ലാകുന്ന സമയത്താണ് 12-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ പോകുന്ന 2 സ്ഥലത്താണ്. ഒന്ന് AAA ഓഫീസിലും തൊട്ടപ്പുറത്തെ ഹോസ്റ്റലുകളും. അപ്പോൾ ഹോസ്റ്റലുകൾ കിട്ടാതിരിക്കാൻ നിങ്ങൾ ലേറ്റ് ആവരുത്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് CA ഇന്റർവ്യൂ ഇല്ല, നിങ്ങൾ തന്നെ വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ സീറ്റ് ഫില്ലായി എന്നിട്ട് അടുത്ത പരിപാടി ക്രൗൺ പ്ലാസയിൽ നമ്മൾ വീണ്ടും പോകേണ്ടതാണ്. ഓക്കെ, ഷെറിൻ സാറിന്റെ ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞത് വിനീത സുധീർ ആണോ, PwC, ഡിലോയിറ്റ്, EY, KPMG. പക്ഷെ വിനീത നമ്മുടെ ബ്രിഡ്ജ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെന്നാണ് എന്റെ ഒരു നിഗമനം. വിനീതക്ക് ഞാൻ റിക്വസ്റ്റ് നേരത്തെ കൊടുത്തതായിരുന്നു, പക്ഷെ വിനീത റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഉത്തരം പറയുന്നുണ്ട്. ശരിക്കും തോന്നുന്നു ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ വിനീതെ. എനിവേ സമരം നിങ്ങൾ കൊടുത്തപ്പോ ഷെറിൻ സാറേ. ഓക്കെ, സോ വിനീത ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ നമ്മളുടെ ഈ പറയുന്ന AAA ഒഫീഷ്യലിലെ ID-യിൽ പോയിട്ട് മെസ്സേജ് അയക്കുക, വിനീത ഞാൻ ക്യാഷ് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്പർ ചോദിക്കും ആൻഡ് യു വിൽ റിസീവ് ദ ക്യാഷ് പ്രൈസ് ടുഡേ ഇറ്റ്സെൽഫ്. സോ കൺഗ്രാറ്റുലേഷൻസ്, വെൽ ഡൺ. കുറെ പേര് ആലോചിക്കുന്നത് പറ്റി പരിക്കുന്നത് ഒരിക്കലും ഇല്ല. വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ വാഗ്ദാനത്തിന് അപ്പുറത്തേക്ക് നിറവേറ്റുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്, മനസ്സിലേ. ഇനിയിപ്പോ ഞാനില്ലെങ്കിൽ ആശു സാറിന് ചോദിച്ചാൽ ആശു സാർ അയച്ചു തരും. എല്ലായിടത്തും ചോദിക്കരുത്, മൊത്തം 500 കിട്ടുന്നത്. ഓക്കെ, ഒന്ന് റിക്വസ്റ്റ് ഒന്ന് തരാമോ? എനിക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കാണുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ചോദിക്കാം. സാർ എനിക്ക് തോന്നുന്നു വിനീത് തന്നെയാണ് നമ്മുടെ ശ്രീലക്ഷ്മി സുധീർ. ഓക്കെ, അതിൽ നിന്നാണ് ശ്രീലക്ഷ്മി കയറിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആനന്ദ് ഞാൻ റിക്വസ്റ്റ് വന്നിരുന്നു. ആനന്ദ് സ്റ്റിൽ അവിടെ ഉണ്ട്.
പക്ഷെ ആനന്ദിന് എന്തോ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ആനന്ദ് കമന്റ് ചെയ്യാമോ? പാട്ട് പാടുന്ന ആൾക്ക് നമ്മൾ എക്സ്ട്രാ ക്യാഷ് പ്രൈസ് കൊടുക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് ഇനി ആർക്കെങ്കിലും ഓക്കെ വിനീത സുബീർ ഹാസ് കം. നമ്മുടെ ക്ലാസിന്റെ ഒക്കെ ടൈം ഏകദേശം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോ ആദർ സർ, മുസമ്മിൽ സർ, ആദർശ് ഫാൻസുകാരുടെ പ്രളയമായിരുന്നു ഇന്ന്. ആദർശ് സാർ എവിടെ, എന്റെ ഫോട്ടോ ആദർശ് സാർ കാണുന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് നമ്മൾ കേക്ക് മുറിക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ആദർശ് സാർ വന്നിട്ട് വേണം ആദർശ് സാറിന്റെ അക്കൗണ്ട്സിന്റെ സബ്ജക്റ്റുകളുടെ പേര് സാർ 5 മിനിറ്റ് ഒരു മിനിറ്റിൽ നിർത്താതെ പറയുന്ന പരിപാടി ഇവിടെ ചെയ്യിപ്പിക്കാൻ. ഓക്കെ, ആദർശ് സാറിന് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ആദർശ് സാർ വരട്ടെ, എല്ലാം സെറ്റാക്കാം, നമുക്ക് ഒന്നും പേടിക്കണ്ട. അണേബിൾ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആനന്ദ്? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അതെ, ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് നമ്മൾ സത്യമായിട്ടും പേഴ്സണലി നിങ്ങൾ എല്ലാവരും കൊണ്ടുവരണം, ഒരുമിച്ച് വരുന്ന ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും കുറച്ച് മുന്നേ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. ഇപ്പൊ എനിക്ക് തോന്നിട്ട് സാർ എനിക്കൊന്ന് കുറച്ച് മേ ബി ഒരു നമ്പർ ഓഫ് ആൾക്കാർ കൂടുതൽ വരുന്ന സമയത്ത് പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആണെന്നുള്ളത് അറിയില്ല. നമ്മളിപ്പോ കുറെ പേര് വന്ന് പോകുന്നതല്ലേ, സോ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം എന്തിനു ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നുകൂടെ പോയി വരേണ്ടി വരുമോ നമുക്ക്? ആരെങ്കിലും ഒരാൾ ഒന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടില്ലോ എന്നുള്ള പെട്ടെന്ന് ഞങ്ങളോട് ആരെങ്കിലും പറയാം. പെട്ടെന്ന് ആയിക്കോട്ടെ. ആരാണ് ട്രബിൾ ഷൂട്ടിംഗിൽ പ്രോബ്ലം സോൾവിംഗിൽ മികച്ച ആളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുസമ്മിൽ സാറിന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മുസമ്മിൽ സാർ, ഇഫ് യു ആർ ദർ പ്ലീസ് ആക്സെപ്റ്റ്. ആദർ സാറിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ റിക്വസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ. അല്ല, നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ കൂടെ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഈ ലൈവ് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളുണ്ട്, ഹസീബ്. അപ്പോ ഹസീബ് അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് വരുന്നില്ല, വാസ് നോട്ട് സെൻഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ട്രബിൾ ഷൂട്ടിംഗ് പോകാൻ സുഹൃത്തുക്കളെ, ആരും മടങ്ങി പോകരുത്. ഷോ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ എക്സിറ്റ് ചെയ്യും, തിരിച്ചു വരുന്നു. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരും പേടിക്കണ്ട.